Amen. ശരണ്യ ടീച്ചറെ എന്തോ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ? എന്താ? ഞാൻ ഇതിന്നാണേ ക്ലിയറാണ്. ഓക്കെ കൃഷ്ണേന്ദു. എന്റെ ആ ഫോൺ കളഞ്ഞു പോയി. ആണോ? ഓക്കെ ഇത് കേറിക്കോട്ടെ, സാരമില്ല. ക്ലാസ് റൂം കയറ്റിക്കോട്ടെ ടീച്ചറെ? കേറ്റിക്കോ. ക്ലാസ് റൂം ഡൗൺലോഡ് ചെയ്യാം കേട്ടോ. ഓക്കെ, അഞ്ജന റെഡി ആണോ? Amen. Thank you, God, for this new day. Please be with me all day long. Thank you for your continuous grace and blessings. Pick me up, Lord, and hold me in your loving arms. Fill our heart with joy. Fill our mind with learning. Fill our classroom with peace. Amen. ഓക്കെ അഞ്ജന, അപ്പൊ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീൻ അല്ലെ, ആ ചാപ്റ്റർ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയായിരുന്നു അതിൽ പഠിച്ചത്? മെന്റൽ ഹെൽത്ത് എന്താണെന്ന് പഠിച്ചു. എന്തായിരുന്നു മെന്റൽ ഹെൽത്ത്? ഒരു വ്യക്തിയുടെ എന്താണ് ഇമോഷണൽ, സൈക്കോളജിക്കൽ, സോഷ്യൽ വെൽബീയിങ്ങിനെയാണ് മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് അല്ലെ. ഒരു വ്യക്തിയുടെ എന്താണ് ഇൻഡിവിജ്വലിന്റെ സോഷ്യൽ, ഇമോഷണൽ, പിന്നെന്തായിരുന്നു സൈക്കോളജിക്കൽ വെൽബീയിങ്ങിനെയാണ് മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് അല്ലെ. അയാൾ എങ്ങനെ തിങ്ക് ചെയ്യുന്നു, അല്ലെങ്കിൽ എന്താണ് എങ്ങനെ പ്രവർത്തിക്കുന്നു, അയാൾക്ക് എങ്ങനെ ഫീൽ ചെയ്യുന്നു. നമ്മൾ ഒരാളുടെ ആക്ഷൻ കണ്ടാൽ നമുക്ക് മനസ്സിലാവും അയാൾ എങ്ങനെയാണ്, അയാളുടെ മെന്റൽ ഹെൽത്ത് ഇപ്പോൾ എങ്ങനെയാണെന്ന് നമുക്ക് മനസ്സിലാവും അല്ലേ. നല്ലൊരു സ്ട്രെസ്ഡ് ആയിട്ടിരിക്കുന്ന ഒരു പേഴ്സൺ ആണെങ്കിൽ അയാളുടെ ആക്ഷൻ എല്ലാം ആ രീതിയിലുള്ളതായിരിക്കും അല്ലെ. അയാൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് ആ രീതിയിലായിരിക്കും. റൈറ്റ്. ദെൻ മെന്റൽ ഹൈജീൻ എന്താണെന്ന് പറഞ്ഞു. എന്തായിരുന്നു മെന്റൽ ഹൈജീൻ? ഒരു വ്യക്തിയുടെ മെച്ചപ്പെടുത്തുന്ന എന്താണ് നമ്മൾ ഫോളോ ചെയ്യുന്ന ചില പ്രാക്ടീസസിനെയാണ്, ശീലങ്ങളെയാണ് മെന്റൽ ഹൈജീൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. റൈറ്റ്. എന്തെല്ലാമായിരുന്നു നമുക്ക് ഫോളോ ചെയ്യാൻ കഴിയുന്ന റൂട്ടീൻ? ഏതൊക്കെ മെന്റൽ ഹൈജീൻ ആണ് ഫോളോ ചെയ്യാൻ പറ്റുന്നത്? റെഗുലർ എക്സസൈസ്, ചെയ്യാം. മെഡിറ്റേഷൻസ്, ബ്രീത്തിങ്, അല്ലെങ്കിൽ ചെയ്യാം. ഓക്കെ. ദെൻ പിന്നെന്താണ്? നല്ല ബാലൻസ്ഡ് ഡയറ്റ് ഫോളോ ചെയ്യണം. വേണ്ടേ? ആഡിക്വേറ്റ് സ്ലീപ്പ് വേണം അല്ലെ. നമുക്ക് ഉറക്കമില്ലെങ്കിൽ, ആവശ്യത്തിന് ഉറക്കം ലഭിച്ചില്ലെങ്കിൽ അത് നമ്മുടെ മെന്റൽ ഹെൽത്തിനെ അഫക്റ്റ് ചെയ്യുന്നതാണ്. ഓക്കെ. അപ്പൊ ഇത്തരത്തിലുള്ള എല്ലാ ഫാക്ടേഴ്സും ഫോളോ ചെയ്യുന്നതിലൂടെ ഒരു വ്യക്തിയുടെ മെന്റൽ ഹെൽത്ത് എന്താണ് നിലനിർത്താനായിട്ട്, നല്ല രീതിയിൽ നിലനിർത്താനായിട്ട് കഴിയുന്നതാണ്. ഓക്കെ. അതിന് ഫോളോ ചെയ്യേണ്ട ആക്ടിവിറ്റീസ് ഏതൊക്കെയാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. റൈറ്റ്. അത്രയും കാര്യങ്ങളല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്? ഓക്കെ. ദെൻ നെക്സ്റ്റ് ആണ് എന്താണ് ഒബ്ജക്റ്റീവ്സ്. ഒരു 3 ഒബ്ജക്ട്സ് തന്നിട്ടുണ്ട്. ആർക്കെങ്കിലും ഒന്ന് റീഡ് ചെയ്യാവോ? ഫസ്റ്റ് ഒബ്ജക്റ്റ് ഏതാണ്? എയിംസ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് മെന്റൽ ഹൈജീൻ. ഞാൻ പറയട്ടെ മാം. Prevention of mental disorders through an understanding of the relationship that exists between healthy personality development and life experience. എന്താ മെയിൻ ആയിട്ട് പറയുന്നത്? ആരോഗ്യകരമായിട്ടുള്ള ഒരു വ്യക്തിത്വ വികസനവും ജീവിതാനുഭവങ്ങളും തമ്മിലുള്ള റിലേഷൻഷിപ്പ് മനസ്സിലാക്കുന്നതിലൂടെ മെന്റൽ ഡിസോർഡർ തടയാനായിട്ട് കഴിയുമെന്ന് പറയുന്നു. ഓക്കെ. എന്താ നല്ലൊരു വ്യക്തിത്വ വികസനം എന്ന് പറഞ്ഞാൽ? അതായത് പേഴ്സണാലിറ്റിയും, ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റിയും ലൈഫ് എക്സ്പീരിയൻസും തമ്മിൽ ബന്ധമുണ്ടെന്ന് പറയുന്നു. ബന്ധമുണ്ടോ? ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റിയും ലൈഫ് എക്സ്പീരിയൻസും തമ്മിൽ ബന്ധമുണ്ടെന്ന് പറയുന്നു. ഓക്കെ. എങ്ങനെയായിരിക്കാം? നല്ലൊരു പേഴ്സണാലിറ്റി ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ അയാളുടെ മെജോറിറ്റി ലൈഫ് എക്സ്പീരിയൻസും എങ്ങനെയായിരിക്കും? നല്ല രീതിയിലുള്ള ലൈഫ് എക്സ്പീരിയൻസ് ആയിരിക്കാം, പോസിറ്റീവ് എക്സ്പീരിയൻസസ് ആയിരിക്കാം. ഓക്കെ. അപ്പൊ ഈ പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഏതെല്ലാം ഫാക്ടേഴ്സ് ഉൾപ്പെടുന്നതാണ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്? ഫസ്റ്റ് എന്താണ്? ഒരു വ്യക്തിക്ക് നല്ലൊരു പേഴ്സണാലിറ്റി ഉണ്ടെന്ന് പറഞ്ഞാൽ എന്താണ്? അയാളെ കുറിച്ച് തന്നെ എന്തോ നല്ല ബിഹേവിയർ, നല്ല ബിഹേവിയർ, സെൽഫ് അവയർനെസ് ഉണ്ടായിരിക്കും. അയാളെ കുറിച്ച് തന്നെ എന്താണ് അയാളെ കുറിച്ചുള്ള ഒരു അവബോധം ഉണ്ടായിരിക്കും. എന്താണ് അയാളുടെ വീക്ക്നെസ് എന്താണ്, അയാളുടെ സ്ട്രെങ്ത് എന്താണ്, അയാളുടെ വാല്യൂസ് എന്താണെന്ന് മനസ്സിലാക്കാനുള്ള ഒരു കപ്പാസിറ്റി അല്ലെങ്കിൽ കേപ്പബിലിറ്റി ആ വ്യക്തിക്ക് ഉണ്ടായിരിക്കും.
ഓക്കെ, അപ്പൊ സെൽഫ് അവയർനെസ് പേഴ്സണാലിറ്റിയുടെ ഒരു ഫാക്ടർ ആണ് അല്ലെ. പിന്നെ ഏതൊക്കെയാ വരാം? ഇമോഷണൽ വരാം. ഓക്കെ, നല്ല ശീലങ്ങൾ വരാം. അതേപോലെ തന്നെ ഇമോഷണൽ ഇന്റലിജൻസ്. എന്താണ് ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാല്? അയാളുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനുള്ള കഴിവ് ആ വ്യക്തിക്ക് ഉണ്ടായിരിക്കും. ഓക്കെ, എന്താണ് ചിലപ്പോ ഒരു ഓക്കെ, എന്താണ് ഇമോഷണൽ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാല്? അയാളുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കും. ഏതൊരു ഇഷ്യൂ വന്നാലും ആ സിറ്റുവേഷനെ എങ്ങനെ പ്രോപ്പർ ആയിട്ട് ഓവർകം ചെയ്യാം, ഏതൊരു ഇമോഷനെയും എങ്ങനെ കൺട്രോൾ ചെയ്യാം, ആ സിറ്റുവേഷൻസിനനുസരിച്ച് എങ്ങനെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാം എന്നൊരു കപ്പാസിറ്റി, അതിനുള്ള ഒരു കഴിവ് ആ വ്യക്തിക്ക് ഉണ്ടായിരിക്കും. ഓക്കെ, ദെൻ എനി അതർ ഫാക്ടേഴ്സ്? നല്ലൊരു പേഴ്സണാലിറ്റി ആണെന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? അയാളെ കുറിച്ചുള്ള എന്താണ്? അയാളുടെ വീക്ക്നെസ് അറിയാൻ പറ്റും, ആ വ്യക്തിക്ക് സ്ട്രെങ്ത് എന്താണെന്ന് അറിയാൻ പറ്റും, അതേപോലെ തന്നെ അയാളുടെ ലൈഫിന്റെ പേർപ്പസ്, അതേപോലെ വാല്യൂസ് എന്താണെന്ന് മനസ്സിലാക്കാനുള്ള കഴിവുണ്ടായിരിക്കും എന്ന് പറഞ്ഞു. പിന്നെന്തായിരുന്നു? നല്ല റിലേഷൻഷിപ്സ് ഉണ്ടായിരിക്കും. വെരി ഗുഡ്, നല്ലൊരു റിലേഷൻഷിപ്പ് അല്ലെ ബിൽഡ് ചെയ്യാനും അത് മെയിൻറ്റെയിൻ ചെയ്യാനുമുള്ള കഴിവ് ആ വ്യക്തിക്ക് ഉണ്ടായിരിക്കും അല്ലെ. മറ്റുള്ളവരോട് എങ്ങനെ നന്നായിട്ട് പെരുമാറണം, എങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ഒരു സൊസൈറ്റിയിൽ എത്തിയാൽ എങ്ങനെ ഒരു റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യണം, അതേപോലെ തന്നെ ആ റിലേഷൻഷിപ്പ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം, ഓക്കെ, അതിനെക്കുറിച്ചുള്ള ഒരു അറിവ് ആ വ്യക്തിക്ക് ഉണ്ടായിരിക്കും. പിന്നെന്തെങ്കിലും ഉണ്ടോ? പോസിറ്റീവ് ഹാബിറ്റ്സ് വേണം. ഏതൊക്കെയാ പോസിറ്റീവ് ഹാബിറ്റ്സ്? നല്ലൊരു പേഴ്സണാലിറ്റി തിങ്ക് ചെയ്യാനായിട്ട് കഴിയില്ല. പോസിറ്റീവ് തിങ്കിങ്, ഏതൊരു കാര്യം വന്നാലും ഏതൊരു സിറ്റുവേഷൻ ആണെങ്കിലും അതിനെ പോസിറ്റീവായിട്ട് ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടായിരിക്കാം അല്ലെ. എന്താണ്? കമ്മ്യൂണിക്കേഷൻ സ്കില്ല് പറഞ്ഞു. നല്ല രീതിയിൽ മറ്റുള്ളവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള, ഓക്കെ, പോസിറ്റീവ് വേയിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി ആ വ്യക്തിക്ക് ഉണ്ടായിരിക്കും. ദെൻ ഹെൽത്തി ലൈഫ് സ്റ്റൈൽ ആയിരിക്കും അല്ലെ. ഹെൽത്തി ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞാൽ എന്താണ്? നല്ല ഹെൽത്തി ഫുഡ്, നല്ല ഹെൽത്തി ഹൈജീൻ ശീലങ്ങൾ എല്ലാം ഉണ്ടായിരിക്കും. ഓക്കെ, ബാലൻസ്ഡ് ഡയറ്റ് ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കും. അതേപോലെ തന്നെ എന്താണ്? പ്രോപ്പർ ആയിട്ട് സ്ലീപ്പ്, ആഡിക്വേറ്റ് സ്ലീപ്പ്, നല്ല രീതിയിലുള്ള ഉറക്കം ഉണ്ടായിരിക്കും ആ വ്യക്തിക്ക്. ഓക്കെ, ഇതെല്ലാം മെന്റൽ ഹെൽത്തിനെ അഫക്ട് ചെയ്യുന്നുണ്ട് അല്ലേ. സോ എന്താണ് പറയുന്നത്? പേഴ്സണാലിറ്റിയും അയാളുടെ ലൈഫ് എക്സ്പീരിയൻസും തമ്മിൽ ബന്ധമുണ്ടെന്ന് പറയുന്നു. നല്ലൊരു പേഴ്സണാലിറ്റി ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ അയാളുടെ ലൈഫ് എക്സ്പീരിയൻസ് എങ്ങനെയുള്ളതായിരിക്കും? മെജോറിറ്റിയും പോസിറ്റീവ് അല്ലെങ്കിൽ ഹാപ്പി ലൈഫ് ആയിരിക്കും അയാൾ ലീഡ് ചെയ്യുന്നത്. അങ്ങനെ ഹാപ്പി ലൈഫ് ലീഡ് ചെയ്യുന്ന ഒരാൾക്ക് മെന്റൽ സ്ട്രെസ് ഉണ്ടാകാൻ ചാൻസസ് ഉണ്ടോ? ഈവൻ എന്താണ്? ഇമോഷണൽ ഇന്റലിജൻസും ആ വ്യക്തിക്ക് ഉണ്ട് അല്ലേ. എന്തെങ്കിലും ഒരു ഒരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യം വന്നാൽ അതിനെ എങ്ങനെ പ്രോപ്പർ ആയിട്ട് സോൾവ് ചെയ്യണം, അല്ലെങ്കിൽ അയാളുടെ ഇമോഷൻസിനെ എങ്ങനെ കൺട്രോൾ ചെയ്യണം എന്നുള്ള എന്നതിനെ കുറിച്ചുള്ള ഒരു അറിവും ആ വ്യക്തിക്ക് ഉണ്ടായിരിക്കും. ഓക്കെ, അതിലൂടെ എന്താണ്? മെന്റൽ സ്ട്രെസ്, മെന്റൽ ഡിസോർഡർ തടയാനായിട്ട് കഴിയുന്നതാണ്. ക്ലിയർ ആണോ? ഒരു പ്രോബ്ലം വന്നാൽ അതിനെ എങ്ങനെ പ്രോപ്പർ ആയിട്ട് സോൾവ് ചെയ്യണം, അയാളുടെ ഇമോഷൻസിനെ എങ്ങനെ കൺട്രോൾ ചെയ്യണം എന്നതിനെ കുറിച്ചുള്ള വ്യക്തമായ ധാരണ ആ വ്യക്തിക്ക് ഉണ്ടായിരിക്കും. ഓക്കെ, then next point read ചെയ്യാവോ? ജീന, can you read it? Okay ma'am. Care of the mental health of the individual and of the group. അതിലെന്താ പറയുന്നത്? ഓരോ വ്യക്തികളെയും അല്ലെ, ഓരോ ഇൻഡിവിജ്വലിന്റെയും അതേപോലെ ഗ്രൂപ്പിന്റെയും എന്താണ്? മെന്റൽ ഹെൽത്തിനെ കെയർ ചെയ്യണം, വേണ്ടേ? ഇപ്പൊ വ്യക്തിപരമായിട്ടാണെങ്കിലും ഇൻഡിവിജ്വൽ ആയിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഗ്രൂപ്പ് തലത്തിലാണെങ്കിലും മെന്റൽ ഹെൽത്തിനെ പരിപാലിക്കുന്നതിന് ആവശ്യമായ, അതിന് സഹായിക്കുന്ന രീതിയിലുള്ള ചുറ്റുപാടുകൾ സൃഷ്ടിക്കുക. ഓക്കെ, എന്താണ്? വ്യക്തിപരമായിട്ടാണെങ്കിലും ഇൻഡിവിജ്വൽ ആയിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഗ്രൂപ്പ് തലത്തിലാണെങ്കിലും അവരുടെ മെന്റൽ ഹെൽത്തിനെ കെയർ ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുക. എന്തായിരിക്കാം അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? പേഴ്സണൽ കെയർ, ഒരു വ്യക്തിപരമായിട്ടാണെങ്കിൽ പേഴ്സണൽ കെയർ, എങ്ങനെയൊക്കെ ആ വ്യക്തിയെ കെയർ ചെയ്യാം, അയാളുടെ മെന്റൽ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനായിട്ട് എന്തെല്ലാം കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യാം അല്ലെ. സെൽഫ് കെയർ പ്രാക്ടീസ് ചെയ്യാം. എന്തൊക്കെയാ സെൽഫ് കെയറിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്നത്? സ്ട്രെസ് കുറയ്ക്കുന്നതിന് സഹായകമായിട്ടുള്ള ആക്ടിവിറ്റീസുകൾ ചെയ്യാം. ഏതൊക്കെയാണത്? സ്ട്രെസ്സിനെ കൺട്രോളിൽ കൊണ്ടുവരാൻ കഴിയുന്ന അല്ലെങ്കിൽ സ്ട്രെസ് കുറയ്ക്കുന്നതിന് ഹെൽപ്പ് ചെയ്യുന്ന ആക്ടിവിറ്റീസുകൾ, ഇതെല്ലാം സെൽഫ് കെയർ പ്രാക്ടീസ് ആണ് അല്ലേ.
ഒരാളെ തന്നെ പരിപാലിക്കുന്നതിനുള്ള പ്രാക്ടീസസ് ആണ്. ഏതൊക്കെയാണ് അപ്പോ ഇത്? യോഗ ചെയ്യാം, യോഗ ചെയ്യാം അല്ലെ, യോഗ ചെയ്യാം, മെഡിറ്റേഷൻസ് പ്രാക്ടീസ് ചെയ്യാം, അതേപോലെ തന്നെ ഫിസിക്കൽ ആക്ടിവിറ്റീസ് ചെയ്യാം, ദെൻ ഡാൻസ് ഇഷ്ടമുള്ളവർക്ക് അത്തരം ആക്ടിവിറ്റീസ് ചെയ്യാം അല്ലെ. ഓരോരുത്തർക്കും എന്താണ് ടേസ്റ്റ് ആൻഡ് പ്രിഫറൻസ് ഉണ്ട് അല്ലെ. അപ്പൊ അതിനനുസരിച്ചുള്ള ആക്ടിവിറ്റീസ് സെലക്ട് ചെയ്യുക. ചിലർക്ക് എന്താണ് ഡാൻസ് ഇഷ്ടമുള്ളവരുണ്ട്. ഓക്കെ, ഡാൻസ് ചെയ്യുന്നതിലൂടെ എന്താണ് സന്തോഷം കണ്ടെത്തുന്നവരുണ്ട്. അതേപോലെ തന്നെ ലിസൺ ടു മ്യൂസിക്, പാട്ട് കേൾക്കാൻ ഇഷ്ടമുള്ളവരുണ്ട് അല്ലെ. പാട്ട് കേൾക്കുന്നതിലൂടെ നമ്മുടെ സ്ട്രെസ് എന്താണ് കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയും, അല്ലെങ്കിൽ സ്ട്രെസ് ലെവൽ കുറയ്ക്കാനായിട്ട് കഴിയുന്നതാണ് അല്ലെ. അപ്പൊ അത്തരത്തിലുള്ള സ്ട്രെസ്സിനെ കുറക്കാൻ കഴിയുന്ന, മെന്റൽ ഹെൽത്തിനെ ഇംപ്രൂവ് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസുകൾ ഡെയിലി ലൈഫിൽ ഉൾപ്പെടുത്തുക. ദെൻ പിന്നെന്താണ്, കുക്കിംഗ് ഇഷ്ടമുള്ളവരുണ്ട് അല്ലെ, ഡ്രോയിങ് ഇഷ്ടമുള്ളവരുണ്ട്, ആർട്ട് ചെയ്യുന്നവരുണ്ട്, ക്രാഫ്റ്റ് വർക്ക് ചെയ്യുന്നവരുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് ഏത് ചെയ്യുമ്പോഴാണോ നിങ്ങൾക്ക് സന്തോഷം കണ്ടെത്താൻ കഴിയുന്നത് ആ രീതിയിലുള്ള ആക്ടിവിറ്റീസുകൾ സെലക്ട് ചെയ്യുക. പിന്നെ എന്തൊക്കെയാ വരാം? പേഴ്സണൽ കെയറിൽ ഇവിടെ മെന്റൽ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കുന്ന ആക്ടിവിറ്റീസുകൾ. ഓക്കെ, ഇത്തരം ആക്ടിവിറ്റീസ്, ഇപ്പൊ ഡാൻസ് ഇഷ്ടമുള്ള ഒരാൾ എന്താണ് ഡാൻസ് ചെയ്യുന്നു, അല്ലെങ്കിൽ പാട്ട് കേൾക്കാൻ ഇഷ്ടമുള്ള ഒരു വ്യക്തി പാട്ട് കേൾക്കുന്നു. ഓക്കെ, എന്നിട്ടും എന്താണ് അയാളുടെ സ്ട്രെസ് കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയുന്നില്ലെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കാം? ആളുകളോട് സംസാരിക്കുക, കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാം. കെയർ ചെയ്യുക അല്ലെ, എന്താണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം, മറ്റുള്ളവരോട് പ്രോപ്പർ ആയിട്ട് എന്താണ് എക്സ്പീരിയൻസസ് ഷെയർ ചെയ്യാം. ഓക്കെ, അതിനുവേണ്ടി എന്ത് ചെയ്യാം? തെറാപ്പി അല്ലെങ്കിൽ എന്താണ് കൗൺസിലിംഗ് ഒക്കെ എടുക്കാവുന്നതാണ് അല്ലെ, പ്രൊഫഷണൽസിന്റെ ഹെൽപ്പ് നേടാവുന്നതാണ്. ഓക്കെ, ഇപ്പൊ ഡാൻസിങ്, മ്യൂസിക് പോലുള്ളതൊക്കെ എന്താണ് നമുക്ക് സ്വയം ചെയ്യാവുന്നതാണ്. എന്നിട്ട് നമ്മുടെ സ്ട്രെസ് ലെവൽ, നമ്മുടെ മെന്റൽ ഹെൽത്ത് ഓക്കെ ആകുന്നില്ലെങ്കിൽ നെക്സ്റ്റ് ലെവൽ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? പ്രൊഫഷണൽസിന്റെ ഹെൽപ്പ് നേടാവുന്നതാണ് അല്ലെ, കൗൺസിലിംഗ് സെഷൻ ഒക്കെ എടുക്കാവുന്നതാണ്. അതിൽ പ്രോപ്പർ ആയിട്ട് എന്താ കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ പ്രോപ്പർ ആയിട്ട് എന്താ ചെയ്യുന്നത്? കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു അല്ലേ. അതിനെന്ത് ഒരു കൗൺസിലർ തന്നെ വേണമെന്നുണ്ടോ? നമുക്ക് നല്ലൊരു ഫ്രണ്ട് ഉണ്ടായാൽ മതി അല്ലെ. നമ്മുടെ എല്ലാ എന്താണ് സ്ട്രെസ്സും, നമ്മുടെ എല്ലാ എക്സ്പീരിയൻസും, നമ്മുടെ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു നല്ല ഒരു കമ്പാനിയൻ ഉണ്ടെങ്കിൽ എന്താണ് നമ്മുടെ മെന്റൽ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാൻ കഴിയും അല്ലെ, നമ്മുടെ സ്ട്രെസ് ലെവൽ കുറക്കാനായിട്ട് കഴിയും. ഓക്കെ, പിന്നെന്താണ് നേരത്തെ പറഞ്ഞ പോലെ നല്ല റിലേഷൻഷിപ്പുകൾ ബിൽഡ് ചെയ്യുക, അതേപോലെ തന്നെ എന്താണ് അത് മെയിൻറ്റെയിൻ ചെയ്യുക. റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്താൽ മാത്രം മതിയോ? അത് മെയിൻറ്റെയിൻ ചെയ്യുകയും വേണം, വേണ്ടേ? ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം എന്താണ് ഒരു വ്യക്തിയുടെ മെന്റൽ ഹെൽത്തിനെ ഇംപ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണ് അല്ലെ. ഇനി ഗ്രൂപ്പ് ആണെങ്കിലോ, ലൈക്ക് ഒരു സ്കൂൾ ആണെങ്കിൽ അവിടെ എന്താണ് സ്റ്റുഡൻസ് ഉണ്ട്, ടീച്ചേഴ്സ് ഉണ്ട്. അവരുടെ മെന്റൽ ഹെൽത്തിനെ എന്താണ് ഇംപ്രൂവ് ചെയ്യാൻ കഴിയുന്ന ആക്ടിവിറ്റീസുകൾ ഏതൊക്കെയായിരിക്കാം? ഇപ്പൊ മെന്റൽ ഹെൽത്ത് പ്രോഗ്രാംസ്, എന്തോ മോട്ടിവേഷൻ ക്ലാസ്സസ് എടുക്കാം. ഓക്കെ, അതേപോലെ മെന്റൽ ഹെൽത്ത് പ്രോഗ്രാംസുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാം അല്ലെ. മെന്റൽ ഹെൽത്തിനെ ഇംപ്രൂവ് ചെയ്യാൻ കഴിയുന്ന പ്രോഗ്രാംസുകൾ ചിലപ്പോൾ എന്താണ് സപ്പോസ് വൺസ് ഇൻ എ വീക്ക്, ആഴ്ചയിൽ ഒരിക്കൽ എന്താണ് യോഗ സെഷൻ ക്ലാസ്സുകൾ, യോഗയുടെ ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യാം അല്ലെ. പിന്നെന്താണ് മെഡിറ്റേഷൻ ക്ലാസ് പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, മോട്ടിവേഷൻ ക്ലാസ് പ്രൊവൈഡ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള ഗ്രൂപ്പ്സിനെ ആണെങ്കിലും ഇൻഡിവിജ്വൽസിനെ ആണെങ്കിലും അവരുടെ മെന്റൽ ഹെൽത്ത് പരിപാലിക്കുന്നതിന് സഹായകമായിട്ടുള്ള അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യുക. ക്ലിയർ ആണോ? സെക്കൻഡ് പോയിന്റ് ക്ലിയർ ആണോ? സെക്കൻഡ് ഒബ്ജക്റ്റീവ്സ്. ഓക്കെ, ആൻഡ് തേർഡ് ഒബ്ജക്റ്റീവ്സ് എന്താണ്? ഷഹ്ന, can you read it? ഷഹ്ന ഇല്ല. Then The discovery and application of medicinal measures to cure mental alignment. മെന്റൽ അലൈൻമെന്റ് എന്താണ്? മെന്റൽ അലൈൻമെന്റ് മാനസിക രോഗങ്ങളെ തടയാൻ കഴിയുന്ന, സുഖപ്പെടുത്താൻ കഴിയുന്ന രീതിയിലുള്ള മെഡിസിൻസിന്റെ കണ്ടെത്തലും അതിന്റെ ആപ്ലിക്കേഷനും അതിന്റെ പ്രയോഗവും അല്ലേ. ഇപ്പൊ നമ്മൾ കൗൺസിലിംഗിൽ പോയി, നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്തു? നമ്മൾ സെൽഫ് കെയർ ചെയ്തു അല്ലെ. നമ്മൾ ഡാൻസ് പ്രാക്ടീസ് ചെയ്തു, യോഗ ചെയ്തു, മെഡിറ്റേഷൻ ചെയ്തു. അതുകൊണ്ട് സ്ട്രെസ് ലെവൽ കുറയ്ക്കാൻ കഴിയുന്നില്ലെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് ആയിരുന്നു എന്ത്? പ്രൊഫഷണൽസിന്റെ ഹെൽപ്പ് സീക്ക് ചെയ്യുക എന്നുള്ളത് അല്ലെ. അതിനും കഴിയുന്നില്ലെങ്കിൽ പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് ഏതാണ്? മെഡിക്കേഷൻസ് അല്ലെ, മെഡിസിൻസ് എടുക്കാം. നമ്മുടെ സ്ട്രെസ് ലെവൽ ഏതാണ്, നമ്മുടെ മെന്റൽ ഹെൽത്ത് എങ്ങനെയുള്ളതാണെന്ന് തീരുമാനിക്കുന്നത് ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ്? ഏതൊക്കെ ഫാക്ടേഴ്സ് ആയിരിക്കാം?
ഫസ്റ്റ് നമ്മൾ എന്ത് പറഞ്ഞു? നമ്മൾ സ്വയം സെൽഫ് കെയർ ചെയ്യുന്ന കാര്യങ്ങൾ പറഞ്ഞു. ഏതൊക്കെ ആക്ടിവിറ്റീസ് ആയിരുന്നത്? യോഗ ചെയ്യാം, മെഡിറ്റേഷൻ ചെയ്യാം, പിന്നെ ഏതൊക്കെയായിരുന്നു? ഡാൻസ് ഇഷ്ടമുള്ളവരാണെങ്കിൽ എക്സസൈസ് ചെയ്യാം. എക്സസൈസ് ചെയ്യാം. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം എന്താണോ? നമ്മുടെ ഹാപ്പിനെസ് ആണ് അല്ലെ? നമ്മൾ ഹാപ്പി ആണെങ്കിൽ നമ്മുടെ മെന്റൽ ഹെൽത്തും എങ്ങനെയായിരിക്കും? ഓക്കെ ആയിരിക്കും. നമ്മൾ സ്ട്രെസ് ആണെങ്കിൽ, സ്ട്രെസ്ഡ് ആണെങ്കിൽ, ഡിപ്രസ്ഡ് ആണെങ്കിൽ എന്താ പറ്റുന്നത്? നമ്മുടെ മെന്റലി നമ്മൾ എങ്ങനെയായിരിക്കും? ബ്രേക്ക് ഡൗൺ ആയിരിക്കും അല്ലെ? മെന്റൽ ഹെൽത്ത് വീക്ക് ആയിരിക്കും. സോ നെക്സ്റ്റ് ലെവലിൽ നമ്മൾ പറഞ്ഞു പ്രൊഫഷണൽസിന്റെ ഹെൽപ്പ് സീക്ക് ചെയ്യാവുന്നതാണ്. അതിനുശേഷം എന്ത് ചെയ്യാം? മെഡിസിൻസ് എടുക്കാം. എടുക്കാവുന്നതാണ് അല്ലേ? ഇത്രയും ആക്ടിവിറ്റീസ് കൊണ്ട് നിങ്ങളുടെ മെന്റൽ സ്ട്രെസ്, മെന്റൽ ഹെൽത്ത് ഓക്കെ ആകുന്നില്ലെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് ആണ് മെഡിസിൻസ് എടുക്കാം അല്ലേ? ഒരു സൈക്യാട്രിസ്റ്റിന്റെ ഹെൽപ്പ് നേടാവുന്നതാണ്. അപ്പൊ ആ രീതിയിലുള്ള അത്തരം മെന്റൽ ഹെൽത്ത് ഓക്കെ ആക്കുന്നതിന് ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള മെഡിസിൻസ് എന്ത് ചെയ്യാം? കണ്ടെത്തേണ്ടതും അതേപോലെ തന്നെ അതിന്റെ ആപ്ലിക്കേഷനും. അതാണ് മൂന്നാമത്തെ പോയിന്റ് ആയിട്ട് പറയുന്നത്. ഒരു മെഡിസിൻ കണ്ടെത്തി അത് എത്ര ക്വാണ്ടിറ്റിയിൽ ഒരു പേഷ്യന്റിന് കൊടുക്കണം, ഓക്കെ, എത്ര ടൈം കൊടുക്കണം, ആ മെഡിസിൻസ് കഴിക്കുന്നത് കൊണ്ട് ആ പേഷ്യന്റിന്റെ എന്താണ് മെന്റൽ ഹെൽത്ത് ഓക്കെ ആകുന്നുണ്ടോ, സ്ട്രെസ് ലെവൽ കുറയുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെ കുറിച്ചാണ് തേർഡ് പോയിന്റിൽ പറയുന്നത്. ഓക്കെ, ഈ 3 ഒബ്ജക്റ്റീവ്സ് ക്ലിയർ ആണോ എല്ലാവർക്കും? ഓക്കെ, അപ്പൊ നമ്മൾ എന്തായിരുന്നു ഫസ്റ്റ് ഒബ്ജക്റ്റീവ്സ് ആയിട്ട് പറഞ്ഞത്? മെന്റൽ ഹൈജീനിന്റെ എന്താണ് മെന്റൽ ഹൈജീൻ? എന്താണ് മെന്റൽ ഹൈജീൻ ജീന? ഒരു വ്യക്തി അയാളുടെ മാനസിക ആരോഗ്യം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ട് ഫോളോ ചെയ്യുന്ന ശീലങ്ങൾ, നല്ല ശീലങ്ങളെയാണ് മെന്റൽ ഹൈജീൻ എന്ന് പറയുന്നത്. മെന്റൽ ഹെൽത്ത് എന്താണ് നിലനിർത്തുന്നതിന്, ഫോളോ ചെയ്യുന്ന, മെച്ചപ്പെടുത്തുന്നതിന് എന്താണ് ഫോളോ ചെയ്യുന്ന ശീലങ്ങളെയാണ്, ഹാബിറ്റ്സുകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മെന്റൽ ഹൈജീൻ എന്ന് പറയുന്നത്. ഓക്കെ, അതിന്റെ 3 ഒബ്ജക്റ്റീവ്സ് ഏതൊക്കെയായിരുന്നു? ഫസ്റ്റ് വണ്ണിൽ എന്താ പറഞ്ഞത് നമ്മള്? നല്ല റിലേഷൻഷിപ്പ് കീപ്പ് ചെയ്യുക, ലൈഫ് എക്സ്പീരിയൻസസ്, നമ്മുടെ ഹെൽത്തി പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ. പേഴ്സണാലിറ്റിയും ലൈഫ് എക്സ്പീരിയൻസും തമ്മിൽ ബന്ധമുണ്ടെന്ന് പറയുന്നു. ഓക്കെ, ഒരു നല്ല റിലേഷൻഷിപ്പ്, നല്ല ലൈഫ് എക്സ്പീരിയൻസ് ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ അയാളുടെ മെന്റൽ ഡിസോർഡർ എന്താണ് തടയാനായിട്ട് കഴിയുന്നതാണ്. അത്തരത്തിലുള്ള ആളുകൾക്ക് ഒരു ഹാപ്പി ലൈഫ് ലീഡ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് അയാളുടെ മെന്റൽ ഹെൽത്ത് എങ്ങനെയുള്ളതായിരിക്കും? നല്ലതായിരിക്കും. നല്ല രീതിയിലുള്ള മെന്റൽ ഹെൽത്ത് ആയിരിക്കും അല്ലെ? അയാൾക്ക് സ്ട്രെസ് ലെവൽ കുറവായിരിക്കും അല്ലെ? അയാൾ മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ടായിരിക്കും, അയാളുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാനുള്ള എല്ലാ ആക്ടിവിറ്റീസും അയാൾ ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കും. ഓക്കെ, ഡെയിലി ലൈഫിൽ ഫോളോ ചെയ്യുന്നുണ്ടായിരിക്കും. രണ്ടാമത്തെ പോയിന്റ് എന്തായിരുന്നു? ഇൻഡിവിജ്വൽ ലെവലിലും ഗ്രൂപ്പ് ലെവലിലും മെന്റൽ ഹെൽത്ത് കെയർ ചെയ്യുക. ഇൻഡിവിജ്വൽസിനെയും അതേപോലെ ഗ്രൂപ്പ്സിനെയും അവരുടെ മെന്റൽ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാൻ സഹായിക്കുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസുകൾ ചെയ്യുക. ഓക്കെ, പേഴ്സണൽ വൈസ് അല്ലെങ്കിൽ ഇൻഡിവിജ്വൽ വൈസ് എങ്ങനെയൊക്കെ ആയിരുന്നു? എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാം? മെന്റൽ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? യോഗ, മെഡിറ്റേഷൻ, ഗാർഡനിങ്, ഡാൻസിങ് പ്രാക്ടീസ് ചെയ്യാം അല്ലേ? ഏതാണ്? യോഗ, മെഡിറ്റേഷൻസ്, ഡാൻസിങ്, എന്താണ് മ്യൂസിക്, കുക്കിംഗ് പോലുള്ള ആക്ടിവിറ്റീസുകൾ ചെയ്യാം. പിന്നെ എന്തായിരുന്നു? നെക്സ്റ്റ് ആയിരുന്നു പ്രൊഫഷണൽസിന്റെ ഹെൽപ്പ് സീക്ക് ചെയ്യുക എന്നുള്ളത്. തെറാപ്പീസ്, കൗൺസിലിംഗ് സെഷൻ പോലുള്ളത് സീക്ക് ചെയ്യുക. മൂന്നാമത്തെ എന്തായിരുന്നു? നല്ല റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാം. ഇതൊക്കെ ഏതിലാ വരുന്നത്? ഈ ഫാക്ടേഴ്സ് എല്ലാം വരുന്നത്. അതേപോലെ ഗ്രൂപ്പ് തലത്തിലാണെങ്കിലോ, സ്കൂൾ അല്ലെങ്കിൽ ഓഫീസ് ഇത്തരത്തിലുള്ള ഗ്രൂപ്പ് തലത്തിലാണെങ്കിൽ അവരുടെ മെന്റൽ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാൻ കഴിയുന്ന ആക്ടിവിറ്റീസ് എന്തൊക്കെയായിരിക്കാം? മോട്ടിവേഷണൽ ക്ലാസ്സുകൾ, മെഡിറ്റേഷൻ അല്ലേ? മെന്റൽ ഹെൽത്ത് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള പ്രോഗ്രാംസുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഇപ്പൊ സ്കൂളിലാണെങ്കിൽ എന്താണ്? യോഗ സെഷൻസ് നടത്താം അല്ലേ? വൺസ് ഇൻ എ വീക്ക് യോഗ സെഷൻ നടത്താം. അതേപോലെ തന്നെ മെഡിറ്റേഷൻ ക്ലാസ് കൊടുക്കാം. ഓക്കെ, ഇത്തരത്തിലുള്ള സെഷൻസുകൾ, ഇത്തരത്തിലുള്ള മെന്റൽ ഹെൽത്ത് പ്രോഗ്രാംസുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യുക. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് ഏതാണ്? നീഡ് ഫോർ മെന്റൽ ഹെൽത്ത്. എന്തോ ഗെയിംസ് പറ്റും, ഗെയിംസ് പറ്റും. ഓക്കെ, ആ ടോപ്പിക്കിലോട്ട് നമ്മൾ വരുന്നുണ്ട്, നമുക്കത് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് നോക്കിക്കോളൂ. നീഡ് ഫോർ മെന്റൽ ഹൈജീൻ ഇൻ സ്കൂൾ. സ്കൂളില് എന്തിനാണ് ഈ മെന്റൽ ഹൈജീനിന്റെ പ്രാക്ടീസസ് കൊടുക്കേണ്ടതിന്റെ പ്രാധാന്യം എന്താണ്? എന്തിനു വേണ്ടിയാ സ്കൂളുകളിൽ ഇത്തരത്തിലുള്ള മെന്റൽ ഹൈജീൻ പ്രാക്ടീസസ് കൊടുക്കുന്നത്?
നമുക്കറിയാം സ്കൂളിലുള്ള കുട്ടികൾ എങ്ങനെ, എല്ലാ കുട്ടികളും ഒരേ സ്വഭാവത്തിലുള്ള കുട്ടികളായിരിക്കുമോ? പലതരത്തിലുള്ള സ്വഭാവങ്ങളുള്ള കുട്ടികളുണ്ട് അല്ലെ? ചില കുട്ടികൾ എന്താണ് നല്ല പാവങ്ങൾ, എല്ലാം അനുസരിക്കുന്ന കുട്ടികളുണ്ട് അല്ലെ? എല്ലാ കാര്യങ്ങളും അതേപോലെ തന്നെ അനുസരിക്കുന്ന കുട്ടികളുണ്ട്. ചിലർ എങ്ങനെയാണ് അച്ചടക്കമില്ലാത്ത കുട്ടികളുണ്ട് അല്ലെ? ചിലർക്ക് എങ്ങനെയാണ് ഈ കുറ്റകരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന അത്തരത്തിലുള്ള സ്വഭാവമുള്ള കുട്ടികളുണ്ട്. റൈറ്റ്? ഡിഫറെന്റ് ക്യാരക്ടേഴ്സ് അല്ലെ? പിന്നെ എന്തൊക്കെയായിരിക്കാം? സ്കൂളിൽ വരാൻ മടിയുള്ള കുട്ടികളുണ്ട്. പിന്നെ കൂട്ടുകൂടാൻ ഇഷ്ടമില്ലാത്ത കുട്ടികളുണ്ടാവും. ഒറ്റയ്ക്ക് അല്ലേ? കൂട്ടുകൂടാൻ ഇഷ്ടമില്ലാത്ത കുട്ടികൾ ഉണ്ടായിരിക്കാം. അതേപോലെ തന്നെ എന്താണ് പിന്നെ എന്തൊക്കെയായിരിക്കാം? എന്തോ ഡിസിപ്ലിൻ ഇല്ലാത്തപ്പോഴും ഡിസിപ്ലിൻ ഇല്ലാത്ത കുട്ടികളുണ്ട് അല്ലേ? എന്താണ് പേടിയുള്ള കുട്ടികളുണ്ടാവും. വാശി പിടിക്കുന്ന ക്ലാസ്സിൽ ശ്രദ്ധിക്കാത്ത കുട്ടികളുണ്ടാവും. അതായത് ഈ ഫോണൊക്കെ കണ്ടിട്ട് അഡിക്റ്റ് ആയിട്ട് ക്ലാസ്സിൽ ശ്രദ്ധിക്കാതെ ഓക്കെ, ക്ലാസ്സിൽ എന്താണ് ശ്രദ്ധിക്കാത്ത കുട്ടികൾ ഉണ്ടാകാം. വാശി, ആ സ്വഭാവമുള്ള കുട്ടികൾ ഉണ്ടായിരിക്കാം അല്ലേ? മോശം വാക്കുകളും മോശം വാക്കുകൾ യൂസ് ചെയ്യുന്ന കുട്ടികൾ ഉണ്ടായിരിക്കാം. പിന്നെ പഠിത്തത്തിൽ എന്താണ് മികവില്ലാത്ത കുട്ടികൾ ഉണ്ടായിരിക്കാം അല്ലേ? പഠിക്കാൻ എന്താണ് അറ്റൻഷൻ, അത്ര ശ്രദ്ധയില്ലാത്ത കുട്ടികൾ ഉണ്ടായിരിക്കാം. അപ്പോൾ പലതരത്തിലുള്ള കുട്ടികളുണ്ട് ഒരു ക്ലാസ്സിൽ. ഓക്കെ, ഇതെല്ലാം എന്തുകൊണ്ടാണ്? ഇതൊക്കെ ഒഴിവാക്കാനായിട്ട് എന്ത് ചെയ്യണം? ക്ലാസ്സിൽ, സ്കൂളിൽ എന്ത് ചെയ്യണം? മെന്റൽ ഹൈജീൻ പ്രാക്ടീസ് ചെയ്യിപ്പിക്കണം. ഓക്കെ, മെന്റൽ ഹൈജീൻ എന്താണ്? പ്രാക്ടീസ് ചെയ്യിപ്പിക്കണം. ഓക്കെ, ഇത്തരത്തിലുള്ള ശീലങ്ങൾ എന്തുകൊണ്ടാ വരുന്നത്? മെന്റൽ ഹൈജീൻ പ്രാക്ടീസ് ചെയ്യാത്തതിന്റെ കുറവ് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ശീലങ്ങൾ കുട്ടികളിൽ കാണപ്പെടുന്നത്. ഓക്കെ, വാശി പിടിക്കുന്നത് എന്തുകൊണ്ടായിരിക്കാം? കുട്ടികള് പല കാര്യങ്ങൾക്ക് വാശി പിടിക്കും അല്ലേ? എന്താണ് സ്കൂളിൽ വരാൻ മടിയുള്ള കുട്ടികൾ ഉണ്ടായിരിക്കാം. ഓക്കെ, അങ്ങനെ പല ഫാക്ടേഴ്സ്, പല രീതിയിലുള്ള കുട്ടികളുണ്ട്. അപ്പോ ഇത്തരത്തിലുള്ള കുട്ടികളുടെ സ്വഭാവങ്ങൾ, എന്താണ് ഡിസിപ്ലിൻ ഇല്ലാത്ത കുട്ടികളുണ്ട്. ഇതൊക്കെ മാറ്റിയെടുക്കാനായിട്ട് മെന്റൽ ഹൈജീൻ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നതിലൂടെ കഴിയുന്നുണ്ടെന്നാണ് പറയുന്നത്. ഏതൊക്കെയാണ് മെന്റൽ ഹൈജീൻസ്? ഏതൊക്കെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കാം സ്കൂളില്? അതിനു മുൻപ് വേറൊരു കാര്യം കൂടി പറയട്ടെ. അപ്പൊ സ്കൂള് തന്നെ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞല്ലോ. സ്കൂൾ എങ്ങനെയാണ് ഡിസിപ്ലിൻ, കുട്ടികൾ എങ്ങനെയാണ്, പലതരത്തിലുള്ള കുട്ടികളുണ്ട്, പലതരത്തിലുള്ള ബിഹേവിയർ ഉള്ള കുട്ടികളുണ്ടെന്ന് പറഞ്ഞു. അതേപോലെ തന്നെ സ്കൂള് തന്നെ പ്രവർത്തിക്കുന്നത് ഒരു തെറ്റായ ക്രമീകരണത്തിലാണെന്ന് പറയുന്നു. ഓക്കെ, സ്കൂളിന്റെ പ്രത്യേകത എന്താണ്? ടീച്ചേഴ്സിന്റെ പ്രത്യേകത എന്താണ്? കുട്ടികൾ ഇങ്ങനെയാണ്, അതേപോലെ തന്നെ സ്കൂളും പ്രവർത്തിക്കുന്നത് ഒരു തെറ്റായ ക്രമീകരണത്തിലാണെന്ന് പറയുന്നു. എന്തൊക്കെയാണ്? ടീച്ചേഴ്സ് ഒരു ഫ്രണ്ട്ലി അപ്രോച്ച് ഇല്ലാത്ത ടീച്ചേഴ്സ് ഉണ്ടായിരിക്കാം അല്ലേ? ഇപ്പോഴത്തെ കണ്ടീഷൻ കുറെയൊക്കെ മാറിയിട്ടുണ്ട്. എന്താണ്? മറ്റുള്ളവരെ പാർഷ്യാലിറ്റി ഉള്ള ടീച്ചേഴ്സ് ഉണ്ടായിരിക്കാം. റൈറ്റ്? ഇപ്പോഴും CBSE സ്കൂളിലൊക്കെ ഇങ്ങനെ പാർഷ്യാലിറ്റി ഉള്ള ടീച്ചേഴ്സ് ഉണ്ട്. എന്താണ്? അവരുടെ അക്കാഡമിക് മാത്രം ഫോക്കസ് ചെയ്യുന്ന അല്ലേ? പിന്നെന്താണ്? മാർക്സിന് എന്ന് പറഞ്ഞാൽ കൂടുതലും അവിടെ ഫോക്കസ് ചെയ്യുന്നത് മാർക്സ് ആണ് അല്ലേ? കുട്ടികൾക്ക് എത്ര മാർക്സ് ലഭിക്കുന്നുണ്ട്, കൂടുതൽ മാർക്ക് ലഭിക്കുന്ന കുട്ടികളോട് എന്താണ് കുറച്ചുകൂടി അറ്റൻഷൻ കൂടുതൽ ഉണ്ടായിരിക്കും. അല്ലെ? അറ്റൻഷൻ എന്താണ് അവർക്ക് കൂടുതൽ ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ പാർഷ്യാലിറ്റി ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെന്താണ്? അവർ കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് എന്താണ്? കരിക്കുലമാണ്, പാഠ്യ പദ്ധതികളാണ് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത് അല്ലെ? എക്സസ് ഹോംവർക്കുകൾ ഉണ്ടായിരിക്കും. ഓക്കെ, സ്കൂളുകളിൽ എന്താണ് പഠിപ്പിക്കുന്നതിന് പുറമെ വീട്ടിൽ വന്നാലും ധാരാളം എക്സസ് ആയിട്ടുള്ള ഹോംവർക്കുകൾ ഉണ്ടായിരിക്കും. പിന്നെന്താണ്? അതേപോലെ തന്നെ സ്കൂളിലെ ഹോംവർക്ക് കൂടാതെ തന്നെ ട്യൂഷൻസിന് പോകുന്ന കുട്ടികളുണ്ട് അല്ലേ? ട്യൂഷന് പോകുന്ന കുട്ടികളുണ്ട്, അവിടെയും ഹോംവർക്കുകൾ ഉണ്ടാകും. പിന്നെന്താണ്? ഹെവി കരിക്കുലം, പാഠ്യപദ്ധതി എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഹെവിയാണ്. ഇപ്പൊ നമുക്കറിയാം 1ാം ക്ലാസ്സിൽ ചില CBSE സ്കൂളിൽ 1ാം ക്ലാസ്സിൽ എന്താണ് ഹിന്ദി പഠിപ്പിക്കുന്നുണ്ട്. അതൊക്കെ ഒരു ചെറിയ കുട്ടിയെ സംബന്ധിച്ച്, ഒരു 4, 5, 6 വയസ്സുള്ള കുട്ടിയെ സംബന്ധിച്ച് എന്താണ്? ഹെവി അല്ലേ അത്തരം കാര്യങ്ങള്? 1ാം ക്ലാസ്സിൽ LKG തൊട്ടുണ്ട്. ടീച്ചർ LKG തൊട്ടിട്ട് ഹിന്ദി ഉണ്ട്. LKG തൊട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഒരു 4ാം ക്ലാസ്സുകാരന് വരെ എന്താണ് ഹിന്ദി പഠിക്കണം അല്ലേ? അപ്പൊ ഇതൊക്കെ കുട്ടികളിൽ എന്താ സ്ട്രെസ് അല്ലെങ്കിൽ തോൽക്കുമോ എന്നുള്ള ഭയം ഇതെല്ലാം ക്രിയേറ്റ് ചെയ്യുന്നില്ലേ? ഈ പറഞ്ഞ എല്ലാ ഫാക്ടേഴ്സും കുട്ടികളുടെ സ്ട്രെസ് ലെവലിനെ ബാധിക്കുന്നില്ലേ? അവരുടെ മെന്റൽ ഹെൽത്തിനെ ബാധിക്കുന്നില്ലേ? തോൽക്കുമോ എന്നുള്ള ഭയം. ദെൻ ഓക്കെ, എക്സസ് ഹോംവർക്ക്, ഇത് ചെയ്തു തീർക്കാൻ കഴിയുമോ? എക്സാമിന് നല്ല മാർക്ക് കിട്ടുമോ? ഓക്കെ, അപ്പൊ ഇത്തരം കാര്യങ്ങളെല്ലാം ഒരു കുട്ടിയുടെ മെന്റൽ ഹെൽത്തിനെ ബാധിക്കുന്നുണ്ട്. സോ എന്താണ്? മെന്റൽ ഹൈജീൻ സ്കൂളുകളിൽ പ്രാക്ടീസ് ചെയ്യിപ്പിക്കണം. ഡെയിലി എന്താണ് ഒരു മെന്റൽ ഹൈജീൻ എന്താണ് സ്കൂളിൽ പ്രാക്ടീസ് ചെയ്യിപ്പിക്കണം എന്ന് പറയുന്നു.
ഓക്കെ, ഏതൊക്കെ ആയിരിക്കാം അപ്പൊ ഇത്തരത്തിലുള്ള മെന്റൽ ഹൈജീൻ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നതിലൂടെ കുട്ടികൾക്ക് മാത്രമല്ല ടീച്ചേഴ്സിനും, നമ്മൾ പറഞ്ഞു പാർഷ്യാലിറ്റി കാണിക്കുന്ന ടീച്ചേഴ്സ് ഉണ്ട്, ഓക്കെ, അവരുടെ കാഴ്ചപ്പാടിലും എന്ത് മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് ഇത്തരം മെന്റൽ ഹൈജീൻസ് അല്ലെങ്കിൽ ഇത്തരം മെന്റൽ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്ന ക്ലാസ്സുകൾ, പ്രോഗ്രാംസുകൾ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഓക്കെ, ആ രീതിയിൽ എന്ത് ചെയ്യാം, സ്കൂൾ അറ്റ്മോസ്ഫിയർ കുട്ടികളുടെ മെന്റൽ ഹെൽത്തിനെ ഇംപ്രൂവ് ചെയ്യുന്ന രീതിയിലുള്ളതാക്കി മാറ്റാനായിട്ട് കഴിയുന്നതാണ്. ഓക്കെ, സ്കൂൾ അറ്റ്മോസ്ഫിയർ മെയിൻലി ഫോക്കസ് ചെയ്യുന്നത് എങ്ങനെയാണ്, കരിക്കുലത്തിലാണ്, അവിടെ പാഠ്യപദ്ധതികളിലാണ് അല്ലേ, നല്ല മാർക്സ് വാങ്ങുന്നതിലാണ്. സോ അത് ഇത്തരത്തിലുള്ള മെന്റൽ ഹൈജീൻ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നതിലൂടെ എന്താണ് സ്കൂൾ അറ്റ്മോസ്ഫിയർ തന്നെ മാറ്റിയെടുക്കാനായിട്ട് കഴിയുന്നതാണ്. അതേപോലെ ടീച്ചേഴ്സിന്റെയും എന്താണ് കാഴ്ചപ്പാട് മാറ്റിയെടുക്കാനായിട്ട് കഴിയുന്നതാണ്. ക്ലിയർ ആണോ? നമ്മൾ എന്താ പറഞ്ഞത്, അപ്പോൾ ഇതില് സ്കൂളില് പലതരത്തിലുള്ള പല ക്യാരക്ടേഴ്സ് ഉള്ള കുട്ടികളുണ്ട് അല്ലെ, അച്ചടക്കമില്ലാത്ത കുട്ടികളുണ്ട്, അതേപോലെ തന്നെ വാശി പിടിക്കുന്ന കുട്ടികളുണ്ട്, സ്കൂളിൽ വരാൻ മടിയുള്ള കുട്ടികളുണ്ട്. എന്തുകൊണ്ടായിരിക്കാം സ്കൂളിൽ വരാൻ മടിയുള്ളത്? ഈ എക്സസീവ് ഹോംവർക്ക് തന്നെ ആയിരിക്കാം അല്ലെ, ഈ ടെൻഷൻ ആയിരിക്കാം, ഈ സ്ട്രെസ് ലെവൽ ആയിരിക്കാം അല്ലെ, ഇത്തരം കാര്യങ്ങൾ കൊണ്ട് മടിയുള്ള കുട്ടികൾ ഉണ്ടായിരിക്കാം. ഓക്കെ, അപ്പൊ എക്സസീവ് ഹോംവർക്ക് അല്ലെങ്കിൽ എന്താണ് ടീച്ചറിന്റെ ഈ പാർഷ്യാലിറ്റി, ഇതെല്ലാം കുട്ടികളിൽ ഭയം അല്ലെങ്കിൽ മെന്റൽ സ്ട്രെസ് കൊടുക്കുന്നുണ്ട്. ഓക്കെ, ഇതെല്ലാം റെഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി മെന്റൽ ഹൈജീൻസ് ക്ലാസ് റൂമുകളിൽ അല്ലെങ്കിൽ സ്കൂളുകളിൽ എന്താണ് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടതാണ്. ഓക്കെ, അപ്പൊ ഏതൊക്കെ രീതിയിലുള്ള ആക്ടിവിറ്റീസ് ആയിരിക്കാം കൊടുക്കേണ്ടത്? മോട്ടിവേഷൻ ക്ലാസ്. മോട്ടിവേഷൻ ക്ലാസ് കൊടുക്കാം അല്ലെ. കുട്ടികൾ എല്ലാവരും എന്താണ് ബ്രില്യന്റ് ആകണമെന്നില്ല, എല്ലാ കുട്ടികൾക്കും എന്താണ് പഠിക്കാൻ തന്നെ കഴിവുള്ളവരായിരിക്കണമെന്നില്ല അല്ലെ. ചില കുട്ടികൾക്ക് എന്താണ് പഠിക്കാനുള്ള കഴിവുണ്ടായിരിക്കാം, അതേപോലെ മറ്റു ചില കുട്ടികൾക്ക് എങ്ങനെയായിരിക്കാം ഡാൻസിലോ അല്ലെങ്കിൽ മ്യൂസിക്കിലോ അല്ലെ, അത്തരത്തിലെ കഴിവുകളുള്ള കുട്ടികൾ ഉണ്ടായിരിക്കാം അല്ലെ. എല്ലാ കുട്ടികളും ഒരേപോലെ ഇല്ല, അവർക്കുള്ള കഴിവുകൾ എന്തായിരിക്കും ഒരേ രീതിയിലല്ല. ഓക്കെ, എന്തോ കരിക്കുലർ ആക്ടിവിറ്റീസിന് മുൻഗണന നൽകണം. അതെ, വെരി ഗുഡ്. അതേപോലെ എന്താണ് എല്ലാ കുട്ടികളും ഒരേ മാർക്ക് വാങ്ങിക്കണമെന്ന് വാശി പിടിക്കാൻ പാടുണ്ടോ? ഇല്ല അല്ലെ, എല്ലാവർക്കും എന്താണ് ഡിഫറെന്റ് കപ്പാസിറ്റീസ് ആണുള്ളത്. അതെ അതെ, ക്രാഫ്റ്റ് ഇഷ്ടമുള്ള കുട്ടികൾ ഉണ്ടായിരിക്കാം, പെയിന്റിങ്, ഡ്രോയിങ്. അപ്പൊ അവരുടെ സ്ട്രെസ് ലെവൽ കുറയ്ക്കാനായിട്ട് അവർക്ക് ഏതിലാണോ കഴിവ് ആ രീതിയിലുള്ള ആക്ടിവിറ്റീസുകൾ വേണം ക്ലാസ് റൂമുകളിൽ പ്രൊവൈഡ് ചെയ്യാനായിട്ട്. ക്ലിയർ ആണോ? ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണോ എല്ലാവർക്കും? എന്തൊക്കെയാ നമ്മൾ ഡിസ്കസ് ചെയ്തത്? ഫസ്റ്റ് എന്തായിരുന്നു മെന്റൽ ഹൈജീനിന്റെ ഒബ്ജക്റ്റീവ്സ് എന്താണെന്ന് പഠിച്ചു, അതേപോലെ തന്നെ മെന്റൽ ഹൈജീൻ സ്കൂളുകളിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടതിന്റെ പ്രാധാന്യം എന്താണെന്നും പഠിച്ചു. ഓക്കെ, ഇനി ചെറിയൊരു ബ്രേക്ക് എടുക്കാം. ക്ലിയർ ആണോ എല്ലാവർക്കും അത്? ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ എന്തെങ്കിലും ആക്ടിവിറ്റീസ് തന്നിരുന്നോ? സോറി, ലാസ്റ്റ് ക്ലാസ്സിൽ തന്നിട്ടുണ്ടായില്ല. അസൈൻമെന്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലായിരുന്നു. ഓക്കെ, അസൈൻമെന്റ് ചെക്ക് ചെയ്യാനല്ലേ? അത് എനിക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റില്ല, എന്താന്നറിയില്ല, ടെക്നിക്കൽ ഇഷ്യൂ ആണെന്നറിയില്ല, അത് സബ്മിറ്റ് ആവുന്നില്ല. അത് വർക്ക് ഡേറ്റിന് മുന്നേ ചെയ്തതായിരുന്നു, പക്ഷെ സബ്മിറ്റ് ആവുന്നില്ല. ഞാനും അതെ. അല്ലല്ല, അസൈൻമെന്റ് തന്നിരുന്നു നിങ്ങൾക്ക് ലാസ്റ്റ് ക്ലാസ്സില്. സബ്മിറ്റ് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് അല്ലേ? ഫ്രൈഡേ, പക്ഷെ സബ്മിറ്റ് ആവുന്നില്ല. അത് സബ്മിറ്റ് ചെയ്യാൻ പറ്റിയില്ല. എന്തായിരുന്നു അശ്വതി മിസ്സിന്റെ വരെ സബ്മിറ്റ് ചെയ്യാൻ പറ്റി. അത് കഴിഞ്ഞിട്ടുള്ളത് സബ്മിറ്റ് ചെയ്യാൻ പറ്റില്ല. എനിക്കും അങ്ങനെയാ മിസ്. എല്ലാവർക്കും അങ്ങനെയാണ്? ആരെങ്കിലും സബ്മിറ്റ് ചെയ്തിട്ടുണ്ടോ? ആരെങ്കിലും നോക്കിയിട്ടില്ല ടീച്ചർ, ചെയ്തിട്ടുണ്ട്. ചെയ്തിട്ടുണ്ട് മാം, ഗ്രേഡഡ് എന്നും കാണിക്കുന്നുണ്ട്. മാർക്ക് കിട്ടിയിട്ടുണ്ട്, ഞാൻ ചെയ്തതാ. ആണല്ലേ? ഓക്കെ ഓക്കെ. ഞാനും ചെയ്തതാ, എനിക്ക് മാർക്ക് ഇട്ടിട്ടുണ്ട്. ഉണ്ടല്ലേ? ഓക്കെ. തന്നെ ചെയ്തതാണ്, പക്ഷേ മാർക്ക് ഇട്ടിട്ടില്ല. നോക്കിയേക്കാം, ചെക്ക് ചെയ്തേക്കാം. എല്ലാരും കൂടി അൺമ്യൂട്ട് ചെയ്യൽ എനിക്ക് ക്ലിയർ ആകുന്നില്ല. കീർത്തന പറയൂ. മിസ്, ഇതിനു മുന്നേ ഫസ്റ്റ് ചെയ്തിട്ടില്ല 2 ആക്ടിവിറ്റീസ് ഒപ്പരം തന്നത്, അത് മാർക്ക് ചെയ്തിട്ടുണ്ട്.
പിന്നെ അശ്വതി മാമിന്റെ ഒരു ഏജിന്റെ തന്നിട്ടുണ്ടായിരുന്നു, അതും മാർക്ക് ചെയ്തിട്ടില്ല. ശരണ്യ മാമിന്റെ ഒരു ചാർട്ട് പേപ്പർ ഗുഡ് ഹാബിറ്റ് ഉണ്ടായിരുന്നു, അതും ഇത് ചെയ്തിട്ടില്ല. അതൊക്കെ സബ്മിറ്റ് ചെയ്താ ഇതിന് മുന്നേ. ഇത് ഒന്ന് മാത്രമേ എനിക്ക് ഇപ്പൊ സബ്മിറ്റ് ചെയ്യാൻ പറ്റാണ്ടുള്ളൂ. ബാക്കി രണ്ടും എനിക്ക് മാർക്ക് ചെയ്തിട്ടില്ല. കീർത്തനയുടെ രണ്ടാമത്തെയും അസൈൻമെന്റ് ചെക്ക് ചെയ്തിട്ടില്ല അല്ലേ? അശ്വതി മാമിന്റെ ഒന്നും ചെക്ക് ചെയ്തിട്ടില്ല. അശ്വതി മാമും അസൈൻമെന്റ് തന്നിട്ടുണ്ട്, അതും ചെക്ക് ചെയ്തിട്ടില്ല. ഇപ്പൊ ഉള്ളത് എനിക്ക് ഇടാൻ പറ്റുന്നില്ല, ഡൗൺലോഡ് ചെയ്യാൻ പറ്റുന്നില്ല. അതൊന്നുകൂടി ട്രൈ ചെയ്ത് നോക്കൂ കീർത്തന. ഗുഡ് ഹാബിറ്റ്സിന്റെ അസൈൻമെന്റ് മാർക്ക് ഇട്ടിട്ടില്ല. ഗുഡ് ഹാബിറ്റ്സ് രണ്ടാമത്തെ അസൈൻമെന്റ് ആയിരുന്നില്ലേ അല്ലേ? രണ്ടാമത്തെ അസൈൻമെന്റ് ആദ്യത്തെ ചെക്ക് ചെയ്തിട്ടുണ്ടോ? എന്തോ ആദ്യത്തെ മാർക്ക് ഇട്ടുണ്ട്, രണ്ടാമത്തെ ഗുഡ് ഹാബിറ്റ്സിന്റെ ചെയ്തിട്ടില്ല. രണ്ടാമത്തെ പേരെന്തായിരുന്നു? ശ്രേയാന്നാണോ? ശ്രേയ. ഓക്കെ, ശ്രേയയുടെ ചെക്ക് ചെയ്തിട്ടില്ല. അതേപോലെ കീർത്തന. ലാസ്റ്റ് വേണ്ട, അത് ചെക്ക് ചെയ്തോളാം. ഓക്കെ, അത് സബ്മിറ്റ് ചെയ്തിട്ടല്ലേ ഉള്ളൂ. ഫ്രൈഡേ ആയിരുന്നില്ലേ ഡേറ്റ്? ഓക്കെ, അതിന് മുന്നത്തെ ചെക്ക് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടോ? മിസ് എന്റെ ഗുഡ് ഹാബിറ്റിന്റെ ചെക്ക് ചെയ്തിട്ടില്ല. മേഡം നമ്മൾ അസൈൻമെന്റ് ചെയ്യാൻ നമുക്കത് എന്റെ ഫോണിൽ ഇപ്പൊ പോകുന്നില്ല. അങ്ങനാന്നുണ്ട് സാർ അന്ന് പറഞ്ഞു, സാറിന്റെ വാട്സാപ്പിൽ ഇട്ട് ഞാൻ ആദ്യത്തെ ഇട്ട് കൊടുത്തായിരുന്നു, അതിന്റെ മാർക്ക് എനിക്കറിയാൻ പറ്റിയില്ല. അപ്പൊ ഇനി എനിക്ക് എന്റെ ഫോണിൽ നിന്ന് അങ്ങനെ അസൈൻമെന്റ് പോകുന്നില്ല. അങ്ങനെയാന്നുകൊണ്ട് സാറിന്റെ ആ വാട്സാപ്പിൽ ഇട്ട് കഴിഞ്ഞാല് മാമിനൊക്കെ കാണാൻ പറ്റുമോ? പേരെന്താ? അന്ന തോമസ്. അന്ന തോമസ്. ഏത് അസൈൻമെന്റ് ആയിരുന്നു? ഞാൻ ആദ്യത്തത് എനിക്ക് ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ സാറിനോട് സാർ പറഞ്ഞു ഓക്കെ എന്നാ എന്റെ വാട്സാപ്പിൽ ഇടാൻ പറഞ്ഞു. വാട്സാപ്പിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ രണ്ടാമത്തെ എനിക്ക് ചെയ്യാൻ പറ്റുന്നില്ല, മൂന്നാമത്തെ ചെയ്യാൻ പറ്റില്ല. അപ്പൊ ഞാൻ ഓർത്തത് ചോദിച്ചിട്ട് സാറിനോട് ചോദിച്ചിട്ട് ഇടാന്ന് വിചാരിച്ചു. എനിക്ക് വാട്സാപ്പ് ഫോണിൽ കൂടെ ചെയ്യാൻ പറ്റുന്നില്ല. അതെന്താ? നെറ്റ് ഇഷ്യൂ എന്തെങ്കിലും ആണോ? ടെക്നിക്കൽ ഇഷ്യൂ ആണോ? ആ ഒരു അസൈൻമെന്റിന്റെ ആ ഒരു ഇതിന്റെ എനിക്ക് ഫോണിൽ ഇല്ലെന്ന് തോന്നി, ചെയ്യാൻ പറ്റുന്നില്ല. നമുക്ക് വേറൊരാളുടെ ഫോണിൽ ഇനി അസൈൻമെന്റ് ഇട്ട് തരാൻ പറ്റുമോ? അത് ഞാൻ ചോദിച്ചിട്ട് പറയാട്ടോ നെക്സ്റ്റ് ക്ലാസ്സിൽ. എനിക്ക് അതിനെ കുറിച്ച് ഡീറ്റെയിൽസ് അറിയില്ല. നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. ഓക്കെ, എന്താണ് പേര്? അപ്ഡേറ്റ് ചെയ്ത് നോക്കിയാൽ ചിലപ്പോ ശരിയാവട്ടോ. ക്ലാസ് റൂം അപ്ഡേറ്റ് ചെയ്താലല്ലേ? എനിക്ക് അങ്ങനെ ഫസ്റ്റ് ഉണ്ടായിരുന്നു, അത് ഞാൻ അപ്ഡേറ്റ് ചെയ്ത് ആദ്യമായിട്ട് ചെയ്തപ്പോ ശരിയായിട്ടുണ്ടായിരുന്നു. ഓക്കെ, അങ്ങനെ ചെയ്ത് നോക്കട്ടെ. ക്ലാസ് റൂം ഒന്ന് അപ്ഡേറ്റ് ചെയ്ത് നോക്കൂ. മിസ് പിന്നെ ഞാൻ അസൈൻമെന്റ് ചെയ്തിരുന്നായിരുന്നു. അപ്പൊ അത് അസൈൻമെന്റ് പ്രോപ്പർ അല്ലെന്നും പറഞ്ഞോണ്ട്, പക്ഷെ എനിക്കത് പ്രോപ്പർ ആയിട്ട് അത് കാണുന്നേ. പക്ഷെ അത് മിസ്സിന് വന്നപ്പോ അത് പ്രോപ്പർ അല്ലെന്നും പറഞ്ഞു മെസ്സേജ് വന്നു. അതുപോലെ തന്നെ ഞാൻ മാമിനോട് ഒരു കാര്യം പറയട്ടെ. ആരാ സംസാരിക്കുന്നത്? അന്നയാണോ ഹിമയാണോ? ഹിമ. ഞാൻ ഇപ്പൊ പറഞ്ഞത് മാമിനോട് ഒരു കാര്യം പറയട്ടെ എന്ന് പറഞ്ഞത്. കണ്ടിന്യൂ. എന്താണ്? ഞാനാണെങ്കിൽ എന്റെ മോൻ ഒത്തിരി പ്രശ്നമുള്ളത് അതിനെ കൊണ്ട് സ്കൂളിൽ വരുന്നത് കൊണ്ട് ഞാൻ സ്കൂളിലിരിക്കും. അപ്പൊ എനിക്ക് അറ്റൻഡ് ചെയ്യാൻ ഈ ക്ലാസ് ഒക്കെ അറ്റൻഡ്, പക്ഷെ എനിക്ക് തിരിച്ചങ്ങോട്ട് നല്ലതായിട്ട് സ്കൂളിൽ സംസാരിക്കാനൊന്നും പറ്റത്തില്ല. അപ്പൊ അങ്ങനെ അപ്പൊ മാം വിചാരിച്ചത് ഞാൻ എന്റെ തിരിച്ചൊന്നും ആൻസർ പറയുന്നത് എന്റെ സാഹചര്യം ഇത്. അപ്പൊ ഞാൻ സ്കൂളില് അവനെയും കൊണ്ട് വന്നിരുന്നിട്ട് അവനെയും കൊണ്ട് ഉച്ച വരെ ഇരുന്നിട്ട് വിളിച്ചോണ്ട് പോവാ. എനിക്ക് പ്രശ്നം ഉള്ളത് കൊണ്ട് അതിന് തനിച്ചിരുത്താൻ പറ്റത്തില്ല. അപ്പൊ ഞാൻ അതിനെ കൊണ്ട് സ്കൂളിൽ വന്നിട്ട് ഇരുത്തിയിട്ട് വിളിച്ചുകൊണ്ട് പോവുകയാ. ഓക്കെ. അപ്പൊ എനിക്ക് മാം ചോദിക്കുമ്പോ എനിക്ക് തിരിച്ച് പറയാൻ പറ്റില്ല. ഈ സ്കൂളിൽ ഫോണ് ഉപയോഗിക്കാൻ പറ്റത്തില്ല. പിന്നെ ഞാന് വെളിയിൽ നിന്നാണ് ഇത് ചെയ്യുന്നത്, ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്. കേട്ടോ? ശരി. ഓക്കെ ആണ്. ശരി. ഹിമയുടെ ഡൗട്ട് എന്തായിരുന്നു? ലാസ്റ്റ് നമ്മള് പ്രോട്ടീന്റെ അസൈൻമെന്റ് ഞാൻ സബ്മിറ്റ് ചെയ്തിരുന്നു. അപ്പൊ സബ്മിറ്റ് ചെയ്തപ്പോ അത് അസൈൻമെന്റ് നോട്ട് പ്രോപ്പർലി എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് വന്നു. പക്ഷെ അത് എനിക്ക് പ്രോപ്പർ ആയിട്ടാണ് എനിക്ക് കിടക്കുന്നത്. ഞാൻ സെൻഡ് ചെയ്ത് കറക്റ്റ് ആയിട്ടാ, പക്ഷെ അത് മിസ്സിന് വന്നപ്പോ എനിക്ക് തോന്നുന്നു അത് പ്രോപ്പർ ആയിട്ടല്ലെന്ന് തോന്നുന്നു. പിന്നെ അത് വീണ്ടും ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, പക്ഷെ അതിന്റെ മാർക്ക് കിട്ടിയിട്ടില്ല. നോക്കാം. ലാസ്റ്റത്തെ അല്ലേ? മൂന്നാമത്തെ അസൈൻമെന്റിന്റെ കാര്യമല്ലേ പറയുന്നത്? പേര് പറയൂ.
ശാശ്വനി. ശാശ്വനി എന്താ? ടീച്ചറെ എന്റെ അശ്വതി ടീച്ചറുടെയും രണ്ടത്തെ ഈ ലാസ്റ്റ് ചെയ്ത പ്രോട്ടീന്റെയും അതേപോലെ അശ്വതി ടീച്ചറെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതും നോക്കിയിട്ടില്ല. നോക്കിയിട്ടില്ല. ലാസ്റ്റത്തെ നോക്കിയേക്കാടോ. ഫ്രൈഡേ ആയിരുന്നില്ല. അശ്വതി ടീച്ചറെ നോക്കിയില്ല. ഓക്കെ. മിസ്സേ എന്റെ അതുപോലെ തന്നെയാണ്. അശ്വതി മിസ്സിന്റെ നോക്കിയിട്ടുണ്ട്, മിസ്സിന്റെ നോക്കിയിട്ടില്ല. ഓക്കെ, ഞാൻ ആക്ഷൻ സോങ് ചെയ്യാനുള്ളത്. എന്റെ രണ്ടെണ്ണം ആദ്യത്തത് കേട്ട മിസ്സെ മാർക്ക് ഇട്ടിട്ടില്ല. പേര് നോക്കാത്ത ഒരു പേര് പറയും. അശ്വതി ബാബു. അശ്വതി ബാബു. പറയാട്ടോ. മിസ്സേ എന്റെ പേര് സജന എന്നാണ്. സജന. പേര് ക്ലിയർ ആയില്ല. സജന, സജന. ഓക്കെ സജന. എന്റെ ഫസ്റ്റത്തെ മാത്രം 20 മാർക്ക് തന്നിട്ടുള്ളൂ, ബാക്കിയുള്ള 3 തന്നിട്ടില്ല, നോക്കിയിട്ടില്ല. ആക്ഷൻ സോങ് ആരാ ചെയ്യാനുള്ളത്? എനിക്കൊരു കാര്യം പറയാനുണ്ട്. അസൈൻമെന്റ് നോക്കിയേക്കാട്ടോ. അസൈൻമെന്റ് നോക്കിയേക്കാം, ചെക്ക് ചെയ്യാം. ഓക്കെ, ഖദീജ എന്താ പറയാനുള്ളത്? എന്നെ നോക്കിയിട്ടില്ല. ഏതാണ് ആദ്യത്തെ നോക്കിയിട്ടില്ല? ഇല്ല. ആദ്യത്തെ പേരെന്താണ്? ഖദീജ. ഫുൾ നെയിം പറയും. ഖദീജ ബീവി. ഓക്കെ, ഖദീജ ബീവി. പറയാട്ടോ. മാം എന്റെ പേര് സജ്ന. മാം എന്റെ നോക്കിയിട്ടില്ല, മാർക്കും കിട്ടിയില്ല. ഫസ്റ്റത്തെ ആണോ? ഫസ്റ്റത്തെ അസൈൻമെന്റ് ആണോ രുക്കിയ? അല്ല, ലാസ്റ്റത്തെ പ്രോട്ടീൻ ആണ്. ലാസ്റ്റത്തെ നോക്കിയേക്കാം, ലാസ്റ്റത്തെ നോക്കാം. അത് സമയം ആവുന്നുള്ളൂ കേട്ടോ. ഓക്കെ. എന്റെ കൃഷ്ണേന്ദുവിന്റെ ആദ്യത്തെയും രണ്ടാമത്തെയും ഒന്നും നോക്കിയിട്ടില്ലേ? പേരെന്താ? കൃഷ്ണേന്ദുവിന്റെ ആദ്യത്തെയും രണ്ടാമത്തെയും നോക്കിയിട്ടില്ല. ഇല്ല, മാർക്കൊന്നും കണ്ടിട്ടില്ല. പിന്നെ ടീച്ചറെ എന്റെ മൊബൈല്, ഞാൻ അമ്മയാണ് കൃഷ്ണേന്ദുവിന്റെ, എന്റെ മൊബൈല് വെള്ളിയാഴ്ച കളഞ്ഞു പോയായിരുന്നു. ഇനി ക്ലാസ് റൂമിൽ എങ്ങനെയാണ് കേറണത്? ഇതിപ്പോ അച്ചാമ്മയുടെ മൊബൈലിൽ നിന്നാണ് മോള് കേറിയിരിക്കണത്. ക്ലാസ് റൂം നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്നല്ലേ ഡൗൺലോഡ് ചെയ്യേണ്ടത്? അപ്പൊ നമ്മൾ ഇനി മോണ്ടിസോറിൽ ക്യാഷ് ഒക്കെ അടക്കാനായിട്ട് അവരുടെ നമ്പർ ഒന്നും ഇല്ല ഇപ്പൊ എന്റെ കയ്യില്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാനായിട്ടൊക്കെ. ഓക്കേടാ, നിങ്ങക്ക് ഗ്രൂപ്പില്ലേ? ഗ്രൂപ്പിൽ ഈ നമ്പർ ആഡ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, ആഡ് ചെയ്തിട്ടില്ല. അപ്പൊ ഗ്രൂപ്പ് അഡ്മിൻ ഒന്ന് ചെക്ക് ചെയ്യാവോ? അതൊന്ന് നോക്കോ. ഗ്രൂപ്പ് അഡ്മിൻ ആരാ? അറിയില്ലല്ലോ ആരാന്ന്. നോക്കിയേക്കോട്ടോ. ഓക്കെ, അഖില നോക്കിക്കോളൂട്ടോ. കൃഷ്ണേന്ദു രാജേഷ്. നമ്പർ ഒന്ന് കോണ്ടാക്ട് ചെയ്യാൻ പറഞ്ഞു. എന്റെ നമ്പർ ഇതിലിടാം. മാം എന്റെ പേര് സജന. ഞാൻ 3rd അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്തിട്ടില്ല. ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആണ് കുട്ടീനെയും കൊണ്ട്. അതുകൊണ്ട് ഇത് ഡിസ്ചാർജ് ആയതിനു ശേഷം എനിക്ക് സബ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സജന. ഓക്കെ സജന. അബ്ദുൾ റഹ്മാന്റെ പേര് വരാം. കൃഷ്ണേന്ദു നമ്പർ നോട്ട് ചെയ്തോളൂ കേട്ടോ. ഓക്കെ, ക്ലിയർ ആണല്ലോ എല്ലാവരും? റെക്കോർഡ് ബുക്കിൽ അത് പറഞ്ഞില്ല അല്ലെ? റെക്കോർഡ് ബുക്കിൽ പ്രെയർ ചെയ്യാനാ പറഞ്ഞിരുന്നത്, ഞാൻ വിട്ടുപോയി ആ കാര്യം. ഓക്കെ, അപ്പൊ റെക്കോർഡ് ബുക്കിൽ എഴുതേണ്ടത് ഞാൻ ഏതായിരുന്നു? ക്ലാസ് റൂമിൽ ഇട്ടേക്കാം. എനിക്ക് ആ കാര്യം മറന്നു പോയത്. സോറി. ഓക്കെ, ആക്ഷൻ സോങ് ആരാണ്? മിസ്സേ അതൊന്ന് പറയോ? റെക്കോർഡ് ബുക്കിൽ എന്താ പറഞ്ഞ മിസ്സേ? വേറെ ഒന്നും പറഞ്ഞിട്ടില്ല. പ്രെയർ ആയിരുന്നു നിങ്ങളോട് എഴുതാൻ പറഞ്ഞിരുന്നത്. അത് മാത്രമല്ല റെക്കോർഡ് ബുക്കിൽ എഴുതിയിട്ടുള്ളൂ. ഇല്ല, എഴുതിയിട്ടില്ല. പ്രെയർ എഴുതാൻ പറഞ്ഞു. ആകെ ഒരു പ്രെയർ മാത്രമേ റെക്കോർഡ് ബുക്കിൽ തന്നിട്ടുള്ളൂ, എഴുതാൻ പറഞ്ഞിട്ടുള്ളൂ. മിസ്സേ ഒരു ഡൗട്ട് ചോദിക്കട്ടെ? മിസ്സേ ഒരു ഡൗട്ട്. പ്രെയർ നമ്മള് സ്വന്തമായിട്ട് ഉണ്ടാക്കി എഴുതാനാണോ അതോ ഓൾറെഡി ഉള്ളത് എന്തെങ്കിലും എഴുതിയാൽ മതിയോ? അങ്ങനെയാണോ? ക്രിയേറ്റ് ചെയ്യണം ഒരു പ്രെയർ. ഓക്കെ, ദെൻ അഖില ആക്ഷൻ സോങ് ചെയ്തതായിരുന്നു. അഖില ചെയ്തതായിരുന്നു മാം. ഓക്കെ, ചെയ്യാത്ത ആരൊക്കെയാ? ഓക്കെ, പേര് പറയൂ.
രേഷ്മ. മാം ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. ആരാണ്? ദൃശ്യ. പറയൂ. ഞാൻ കുറേ നാളായി ഇപ്പോൾ ക്ലാസ്സിൽ കയറിയിട്ട്. ഞാൻ ക്ലാസ് ചെറിയ മോള് 2 ആഴ്ചയായിട്ട് പനിയായിട്ട് ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. അപ്പോൾ എനിക്ക് റെക്കോർഡ് അസൈൻമെന്റ് ഒക്കെ ചെയ്യാനൊന്നും കഴിഞ്ഞിട്ടില്ല. ഓക്കെ ദൃശ്യ, ഒരു അസൈൻമെന്റ് ചെയ്തിട്ടുണ്ടോ? ഇല്ല സാധിച്ചിട്ടില്ല. ഓക്കെ. ഞാനിപ്പോൾ അത് ചെയ്തുകൊണ്ടെന്ന് പറയാൻ വേണ്ടിയിട്ടുണ്ട്. പിന്നെ റെക്കോർഡ് ഇപ്പോൾ സ്റ്റാർട്ടിങ് അല്ലേ, പ്രെയർ മാത്രം തന്നിട്ടുള്ളൂ റെക്കോർഡ്. ഓക്കെ. മിസ്, എനിക്ക് ഒരു കാര്യം പറയാനുണ്ടേ. എന്റെ കുട്ടി ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു. അപ്പൊ ഫസ്റ്റ് അസൈൻമെന്റ് മാത്രം സബ്മിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ബാക്കി ഒരു 1 വീക്കിനുള്ളിൽ ഞാൻ സബ്മിറ്റ് ചെയ്തേക്കാം എല്ലാ അസൈൻമെന്റും. അല്ലേ? രണ്ടാമത്തെ അസൈൻമെന്റ്. മിസ്സേ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. അതെ, നമ്മുടെ ക്ലാസ് റൂമിൽ ഇട്ടേക്കണ ആദ്യത്തെ ക്ലാസ്സുകളൊക്കെ ഇല്ലേ, അത് പിന്നെ പോകുമോ അല്ലെങ്കിൽ അത് അതിൽ തന്നെ കിടക്കുമോ നമ്മൾ ഈ കോഴ്സ് കഴിയണവരെ? ഉണ്ടാവും. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഇനി ആക്ഷൻ സോങ് ചെയ്യാനുള്ളവരൊന്ന് പറയൂ. ആരൊക്കെ ആക്ഷൻ സോങ് ചെയ്യാനുള്ളത്? നമ്മൾ അതേപോലെ ഗ്രൂപ്പിന്റെ കാര്യം പറഞ്ഞില്ലേ? ഹലോ, അല്ല മിസ്, ഒരു കാര്യം കൂടെ. ഗ്രൂപ്പിന്റെ കാര്യം പറഞ്ഞില്ലേ നമ്മള്? അത് നമുക്ക് ഈ ക്ലാസിന്റെ ഗ്രൂപ്പ് അല്ലാതെ വേറെ ഗ്രൂപ്പ് ഉണ്ടോ? ഇല്ലല്ലോ, ഇത് തന്നെയല്ലേ ഉള്ളൂ? ഓക്കെ. ഓക്കെ, അപ്പോ ആക്ഷൻ സോങ് ഞാൻ പാടാം. പേരെന്താ? രേഷ്മ. ഓക്കെ, സ്റ്റാർട്ട് ചെയ്തോളൂ. Square and circle, triangle, rectangle and oval, star and heart. ഇത്തിരി ടെൻഷൻ ഉണ്ടായിരുന്നു. ഇത്രയേ ഉള്ളൂ. കഴിഞ്ഞു, പെട്ടെന്ന് തീർത്തു. ഓക്കെ, അപ്പൊ ഷേപ്പും കളറും പഠിപ്പിക്കാം. ഓരോ ഷേപ്പിന് ഞാൻ ഓരോ കളേഴ്സ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ രണ്ടും ഷേപ്പും കളേഴ്സും പഠിപ്പിക്കാം. ഈ ഷേപ്പിലുള്ള ആക്ടിവിറ്റീസ് കാണിച്ചിട്ട് ആദ്യം കുറച്ചും കൂടി അവർക്ക് ക്ലാരിറ്റി ചെയ്ത് കൊടുക്കാം. ഇപ്പൊ ബോക്സ്, സർക്കിൾ ആവുമ്പോ ബോള്, അങ്ങനെയൊക്കെ കാണിച്ചിട്ട് അവരെ കൊണ്ട് തന്നെ പറയിപ്പിക്കാം അല്ലേ? ഓക്കെ, then who's next? മാം, റെക്കോർഡ് വെക്കണം നമുക്ക്. എന്തോ? എത്ര റെക്കോർഡ് വേണം? റെക്കോർഡ് എത്രണ്ണം വേണം? എന്റെ നമ്പർ റെക്കോർഡ് ഇപ്പൊ ഒരെണ്ണത്തിലല്ല, ഒരെണ്ണം നമുക്ക് കംപ്ലീറ്റ് ചെയ്യാം ആദ്യം. എന്നിട്ട് നെക്സ്റ്റ് നമുക്ക് അത് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം നെക്സ്റ്റ് വാങ്ങിയാൽ മതി കേട്ടോ. മാം, ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. ഇതില് എന്താ ഗ്രൂപ്പ് എന്ന് പറഞ്ഞത് ഞങ്ങൾ സ്റ്റുഡൻസ് മാത്രമായിട്ടുള്ള ഒരു ഗ്രൂപ്പായിരുന്നു. അതിലുള്ള അഡ്മിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. മാം, അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ട് മാം. ഞാനാണ് അഡ്മിൻ. മാത്രമായിട്ടുള്ള ഗ്രൂപ്പ്സ് ഉണ്ടെന്നല്ലേ? ഗ്രൂപ്പിന്റെ കാര്യമൊന്നും എനിക്ക് അറിയില്ല. ഓക്കെ, ദെൻ ആരാണ് ഇനി ആക്ഷൻ സോങ്? മാം, സുകന്യ. ഓക്കെ, സുകന്യ മാം. ഓക്കെ മാം, ഒരു സെക്കൻഡ്. അങ്ങനെ ഒരു ഗ്രൂപ്പ് വാട്സാപ്പിലുള്ളത് ഞാനൊന്നും ആ ഗ്രൂപ്പിൽ ആഡ് അല്ലല്ലോ. അത് എനിക്ക് നമ്പറെ കിട്ടിയുള്ളായിരുന്നു. പിന്നെ ഞാന് ലിങ്ക് അയച്ചു കൊടുത്തു. പിന്നെ അവിടുന്ന് റെസ്പോൺസ് ഒന്നും ഉണ്ടായില്ലായിരുന്നു. ആണോ? അറിഞ്ഞില്ലട്ടത്. ലിങ്ക് സാറിന്റെ ക്ലാസ്സിൽ എന്റെ നമ്പർ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. ഞാൻ വേണമെങ്കിൽ ഒന്നുകൂടി നമ്പർ ഇതിൽ ടൈപ്പ് ചെയ്യാം. എനിക്കപ്പോ മതി. നമ്പർ ഒന്ന് ഇതില് മെസ്സേജ് ഇൻബോക്സിൽ ഇട്ടാ മതി. ഓക്കെ, സുധന്യ റെഡി അല്ലേ? സ്റ്റാർട്ട് ചെയ്തോളൂ. Today I am going to sing a song about vegetables. Tomatoes are red, beans are green, brinjals are crown just like a queen. Tomatoes are red, beans are green,
Brinjallas are crowned just like a queen. Potatoes are brown, onions are pink, carrot have a just like juicy. Vegetables make me healthy and wise. I will eat them daily with protein and rice. ഓക്കെ സുധന്യ, നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. Thank you, ma'am. വെരി ഗുഡ്. ഓക്കെ, രേഷ്മ, സുധന്യ, then who's next? Ma'am, Jessia. പേരെന്താ? Jessia. ജെസ്സിയ. Jessia. ഓക്കെ ഓക്കെ. Rainbow, rainbow, rainbow in the sky. Shine and rain, but is white. Red and orange, yellow, green and blue. Indigo, violet, that is really true. ഓക്കെ കിസിയ. Then Ma'am, Shruti. okay, Shruti. Mic on akada. Shruti, mic. Good morning, students. Today we are learning about the song of numbers. 5 little ducks went out one day over the hill and far away. Mother duck said quack, 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 but only 4 little ducks came back. 1, 2, 3, 4. 4 little ducks went out one day over the hill and far away. Mother duck said quack, 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 but only 3 little ducks came back. 1, 2, and 3. അങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോവാം മാം. വെരി ഗുഡ് ശ്രുതി. ഓക്കെ, ഇപ്പൊ എന്താണ് കുട്ടികൾക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിലുള്ള ആക്ഷൻ സോങ് ഒക്കെ സെലക്ട് ചെയ്യും. ഇത്തരം പ്രോപ്പർട്ടീസ് ഒക്കെ യൂസ് ചെയ്ത് അവരെ പഠിപ്പിക്കുമ്പോൾ എന്താണ് ഈസിലി അവർക്ക് അത് ക്യാച്ച് ചെയ്യാനായിട്ട് കഴിയും. അതേപോലെ നമ്പേഴ്സ് പഠിക്കാനായിട്ടും കഴിയുന്നതാണ് അല്ലേ. അതേപോലെ എന്താണ് ആ നമ്പേഴ്സ് ഓരോ കളർ പേപ്പറിലാണ് ചെയ്യുന്നതെങ്കിൽ കളറും കൂടി അതിൽ കൂടെ പഠിക്കാൻ പറ്റും. റൈറ്റ്. ദെൻ ആരാ? ദെൻ നെക്സ്റ്റ് അഫ്രീൻ മാം. പേരെന്താ? അഫ്രീൻ. Okay, Afreen. Hi children, now it's time to sing a rhyme. Let's sing with me. I am an apple, I am an apple, round and red, round and green. I am an apple, I am an apple, round and red, round and green. I am an apple, eat me, I am yummy. Eat me every day, so keep the doctor away. I am a banana, I am a banana, yellow and long, yellow and long. I am a banana, I am a banana, yellow and long. Taste me, I am sweet. Taste me, I am sweet. I am a watermelon, I am a watermelon, green and big, green and big. I am a watermelon, I am a watermelon, big and green, big and green, with loads and loads of seeds. With loads and loads of seeds. I am an orange, I am an orange, round and orange, round and orange. I am an orange, and I grow on a tree, and I grow on a tree. Thank you, ma'am.
സൂപ്പർ, എക്സലന്റ് അഫ്രീൻ, നന്നായിട്ടുണ്ടായിരുന്നു കേട്ടോ. ഓക്കെ അഫ്രീൻ. ദെൻ ഇനി ആരെങ്കിലും ഉണ്ടോ ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്യാനായിട്ട്? ആക്ഷൻ സോങ്. രശ്മ, സുധന്യ, കെസിയ, ശ്രുതി ആൻഡ് അഫ്രീൻ, ഇത്രയും പേരെ ഇന്നത്തെ ക്ലാസ്സിൽ ചെയ്തത്, റൈറ്റ്? ദെൻ എന്തോ സ്പെല്ലിംഗ് ഒന്ന് പറയാവോ? കെസി അല്ല, ജെസിയ. ജെ അല്ലേ? ഓക്കെ ഓക്കെ, ജെസിയ. ബാക്കിയുള്ളവർ എന്താണ് നെക്സ്റ്റ് ക്ലാസ്സിൽ പ്രിപ്പയർ ചെയ്തിട്ട് വേണം വരാനായിട്ട്. നമ്മൾ സ്കൂളിലെ ആക്ടിവിറ്റീസ് ആണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെ? അപ്പൊ സ്കൂളിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിയുന്ന മെന്റൽ ഹൈജീൻ ആക്ടിവിറ്റീസ് ഏതെല്ലാമായിരിക്കാം? സ്കൂളുകളിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിയുന്ന ഓക്കെ, സ്പോർട്സ്. സ്പോർട്സ് ഇഷ്ടമുള്ള കുട്ടികളാണെങ്കിൽ അത്തരം കുട്ടികൾക്ക് എന്താ സ്പോർട്സ് എന്താണ് ഇംപ്ലിമെന്റ് ചെയ്യാവുന്നതാണ്, ഇൻട്രൊഡ്യൂസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സ്പോർട്സ് ചെയ്യുന്നതിലൂടെ സന്തോഷം കണ്ടെത്താനായിട്ട് കഴിയുന്നതാണ്. ദെൻ ഡാൻസ്. പിന്നെ ഏതൊക്കെ ആയിരിക്കാം? ഗെയിംസ്. ഓക്കെ, യോഗ, കരാട്ടെ, ഓക്കെ കരാട്ടെ. ദെൻ ഡ്രോയിങ്. ഇതിന്റെ എല്ലാം മെയിൻ എയിം എന്തായിരിക്കണം? മെന്റൽ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനായിട്ട് കഴിയണം. ഓക്കെ, അവർക്ക് എന്താണ് സന്തോഷം കണ്ടെത്താനായിട്ട് കഴിയണം, അവരുടെ സ്ട്രെസ് ലെവല് കുറയ്ക്കാനായിട്ട് കഴിയണം. അതിലൂടെ മെന്റൽ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാൻ കഴിയുന്ന മെന്റൽ ഹൈജീൻ എന്തായിരുന്നു? കളറിംഗ് ഇഷ്ടമുള്ള കുട്ടികൾക്ക് കളറിംഗ് കൊടുക്കാം. സോറി. ദെൻ ടൂർ പാക്കേജ് പറ്റുമോ? ടൂറൊക്കെ പോകുമ്പോ നമുക്ക് നല്ല ഹാപ്പി കിട്ടില്ലേ? ഓക്കെ ഓക്കെ. സ്കൂളിനകത്ത്, ഓക്കെ, സ്കൂളിനകത്ത് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്ന ആക്ടിവിറ്റീസുകൾ. ഗാർഡനിങ്, എക്സിബിഷൻസ്. ഓക്കെ, മെഡിറ്റേഷൻ സെഷൻ കൊടുക്കാം അല്ലെ, അല്ലെങ്കിൽ യോഗ ക്ലാസ് പ്രൊവൈഡ് ചെയ്യാം. അതേപോലെ എന്താണ് ഫിസിക്കൽ ആക്ടിവിറ്റീസ്, എക്സസൈസ്. ഓക്കെ, ഫിസിക്കൽ ആക്ടിവിറ്റീസ് കൊടുക്കാവുന്നതാണ്. ദെൻ കുട്ടികളെ, ചെറിയ കുട്ടികളാണെങ്കിൽ എസ്പെഷ്യലി എന്ത് ചെയ്യണം? ഇമോഷണൽ എഡ്യൂക്കേഷൻ കൊടുക്കണം, വേണ്ടേ? ഓരോരുത്തരുടെയും ഇമോഷൻസിനെ എന്താണ് ഹാൻഡിൽ ചെയ്യാനായിട്ടുള്ള, അതിന് ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസ് ഏതൊക്കെയായിരിക്കാം? കുട്ടികൾക്ക് എന്താണ് ഏത് രീതിയിലുള്ള ഇമോഷൻ ആണെന്ന് തിരിച്ചറിയാൻ കഴിയണം, വേണ്ടേ? എമ്പതി എന്ന് പറഞ്ഞാൽ ഏത് ടൈപ്പ് ഓഫ് ഇമോഷൻ ആണ്, ഇതൊക്കെ തിരിച്ചറിയണ്ടേ കുട്ടികൾക്ക്? അതിന് ഹെൽപ്പ് ചെയ്യുന്ന ആക്ടിവിറ്റീസ് ഏതെല്ലാമായിരിക്കാം? സ്റ്റോറീസ് ഹെൽപ്പ് ചെയ്യില്ലേ? മോറൽ സ്റ്റോറീസ് ഇല്ലേ? ധാരാളം മോറൽ സ്റ്റോറീസ് ഉണ്ട് അല്ലെ? അപ്പൊ മോറൽ സ്റ്റോറീസ് പഠിപ്പിക്കുന്നതിലൂടെ കുട്ടികൾക്ക് എന്ത് പറ്റുന്നുണ്ട്? അവർക്ക് അവരുടെ എന്താണ് ഇമോഷൻ എന്താണെന്ന് തിരിച്ചറിയാനായിട്ട് കഴിയുന്നുണ്ട്. അതേപോലെ തന്നെ മറ്റുള്ളവരുടെ ഇമോഷൻസ് കൺസിഡർ ചെയ്യാനായിട്ട് ആ കുട്ടി പഠിക്കുന്നതാണ്, റൈറ്റ്? മിക്ക കുട്ടികൾ എങ്ങനെയാണ് അവരുടെ ഇമോഷൻസ്, അവരുടെ സാറ്റിസ്ഫാക്ഷൻ, അവരുടെ ഹാപ്പിനെസ് അല്ലേ നോക്കുന്നത്? ഓക്കെ, തൊട്ടടുത്തിരിക്കുന്ന മറ്റൊരാൾക്കും എന്താണ് അതേ ഇമോഷൻസ് ഉണ്ട് അല്ലെ, അതേ ഹാപ്പിനെസ് വേണം. ഓക്കെ, അവരുടെ ഇമോഷൻസിനെയും കൺസിഡർ ചെയ്യാനായിട്ട് ഇത്തരം സ്റ്റോറീസ് പഠിപ്പിക്കുന്നതിലൂടെ ഹെൽപ്പ് ചെയ്യുന്നതാണ്, ഓക്കെ, കഴിയുന്നതാണ്. ദെൻ ആക്ഷൻ സോങ് പറ്റും. ഓക്കെ, റോൾ പ്ലേ, വെരി ഗുഡ്. ഡ്രാമാസ്, ഡ്രാമ, റൈറ്റ്? ഡ്രാമാസ് പറ്റും. അതേപോലെ തന്നെ നമ്മളിങ്ങനെ പറയുന്നതിനേക്കാൾ നല്ലത് കുട്ടികൾക്ക് എന്താണ് കാണിച്ചു കൊടുക്കുന്നതാണ് അല്ലെ? ഒരു വീഡിയോസ് കാണിച്ചു കൊടുത്താൽ നമ്മൾ 1000 പ്രാവശ്യം ഇങ്ങനെ പറയുന്നതിനേക്കാൾ ഡബിൾ എഫക്ട് ചെയ്യുന്നതാണ് അല്ലെ? ഒരൊറ്റ വീഡിയോ, അത് അത്തരത്തിലുള്ള ഒരു ക്ലാസ് പ്രൊവൈഡ് ചെയ്താൽ മതി, റൈറ്റ്? മോറൽ വാല്യൂസ് ഒക്കെ ആ രീതിയിൽ പഠിപ്പിക്കാനായിട്ട് കഴിയുന്നതാണ്. ഓക്കെ, ദെൻ ഫിസിക്കൽ ആക്ടിവിറ്റീസ് പറഞ്ഞു. സ്മോൾ റൂമില് ക്ലിയർ ആയില്ല. സ്മോൾ റൂമില് ഇല്ല മാം, സ്മാർട്ട് ക്ലാസ് ഒക്കെ ഉണ്ടല്ലോ നമ്മുടെ സ്കൂളിൽ, സ്മാർട്ട് ക്ലാസ് ഒക്കെ ഉണ്ട്. അപ്പൊ അവിടെ വീഡിയോ പ്ലേ ചെയ്ത് കൊടുക്കുമ്പോ കുട്ടികൾ കണ്ടുകൊണ്ടിരിക്കും. കണ്ടുകൊണ്ടിരിക്കും, ശരിയാണ്. ചെറിയ കുട്ടികൾ എല്ലാ ക്ലാസ്സിലും TV കാണുന്നുണ്ടല്ലോ. അതെ, TV കാണുന്ന കുട്ടികളുണ്ട് അല്ലെ? മൊബൈൽ കാണുന്ന കുട്ടികളുണ്ട്. ഓക്കെ,
അപ്പൊ അത്തരത്തിലുള്ള എന്താണ് സെഷൻസ് പ്രൊവൈഡ് ചെയ്യാം. അതേപോലെ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യിപ്പിക്കണം. വേണ്ട എന്താ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ? ഗ്രാറ്റിറ്റ്യൂഡ് കുട്ടികളെ ചെറുപ്പത്തിലെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കണം. വേണ്ടേ? ഓക്കെ. പിന്നെ എന്തെല്ലാം ആക്ടിവിറ്റീസ് കൊടുക്കാം? അതിന്റെ എല്ലാം മെയിൻ എയിം എന്ന് പറയുന്നത് എന്താണ്? മെന്റൽ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. ഡയറി എഴുതിപ്പിക്കാം. ഇപ്പൊ എന്റെ മക്കള് സ്കൂളിൽ ഇപ്പൊ അവർക്ക് ഡയറി എഴുതാൻ പറയുന്നത് 1ാം ക്ലാസ്സിലും 3ാം ക്ലാസ്സിലും പഠിക്കണം. അപ്പൊ നല്ല കാര്യങ്ങൾക്ക് ഇഷ്ടമുള്ള 1-2 കാര്യങ്ങൾ 3-4 സെന്റൻസിൽ എല്ലാ ദിവസവും എഴുതി കൊണ്ട് ചെല്ലാൻ പറയുന്നു. മാം എന്റെ മോള് LKG പഠിക്കണത്. അവൾക്ക് ഇപ്പൊ സ്റ്റോറി ആയാലും ആക്ഷൻ സോങ് ആയാലും ഇൻഡിവിജ്വൽ ആയിട്ട് സ്കൂളിൽ ഒരു ക്ലാസ് റൂമിൽ ഒരു മൈക്ക് കൊടുത്തിരിക്കുകയാണ്. ഇൻഡിവിജ്വൽ ആയിട്ട് അവർ മൈക്കേ കൂടെ തന്നെ ആക്ഷൻ സോങ് ഒക്കെ ചെയ്യണം എന്നുള്ള നിർബന്ധമാണ്. സ്റ്റേജ് ഫിയർ ചെറുപ്പത്തിലെ മാറിക്കിട്ടും കുട്ടികൾക്ക് അല്ലെ? ചില കുട്ടികൾക്ക് എന്താണ് സ്റ്റേജിൽ കയറാനായിട്ട് ഓഡിയൻസിന് ഫേസ് ചെയ്യാനുള്ള പ്രോബ്ലംസ് ഉള്ളവരുണ്ടാകാം. അപ്പൊ അത്തരത്തിലുള്ള ശീലം അതൊക്കെ മാറ്റിയെടുക്കാനായിട്ട് ഇത്തരം ആക്ടിവിറ്റീസ് ഹെൽപ്പ് ചെയ്യുന്നതാണ്. റൈറ്റ്. ദെൻ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് പ്രൊവൈഡ് ചെയ്യാം. വേണ്ടേ? ഒരു നല്ലൊരു ഗ്രൂപ്പിനെ അല്ലെങ്കിൽ നല്ലൊരു കമ്മ്യൂണിക്കേഷൻ മറ്റുള്ളവരോട് എങ്ങനെ പ്രോപ്പർ ആയിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, നല്ലൊരു റിലേഷൻഷിപ്പ് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യണം, അതൊക്കെ പഠിക്കുന്നത് എങ്ങനെയാണ്? ഇൻഡിവിജ്വൽ ആയിട്ട് പഠിക്കാൻ പറ്റുമോ? അതൊക്കെ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് ആണ് അതിനൊക്കെ ഹെൽപ്പ് ചെയ്യുന്നത്. റൈറ്റ് അല്ലേ? ഒറ്റയ്ക്ക് ഒരു വീട്ടിൽ വളരുന്ന കുട്ടി എന്താണ് ഒരു അംഗൻവാടി അല്ലെങ്കിൽ നഴ്സറി സ്കൂളിലൊക്കെ ചെല്ലുമ്പോഴാണ് അല്ലെ മറ്റുള്ളവരെ കൺസിഡർ ചെയ്യാനൊക്കെ പഠിക്കുന്നത് അല്ലെ? പലതരം ഇമോഷൻസ് പഠിക്കുന്നത്, കളികളിലെ കൂട്ടുകാരോട് കളികളിൽ ഏർപ്പെടുന്നത്, ഫ്രണ്ട്ഷിപ്പ് ബിൽഡ് ചെയ്യുന്നത് അല്ലെ, നല്ല റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്, ബിൽഡ് ചെയ്യുന്നത്, ഇതെല്ലാം എങ്ങനെയാണ്? ഗ്രൂപ്പ് ആക്ടിവിറ്റീസിലൂടെയാണ് ലഭിക്കുന്നത്. ഓക്കെ. അപ്പൊ ഗ്രൂപ്പ് ആക്ടിവിറ്റീസ് കൊടുക്കാം. ഏതൊക്കെ കൊടുക്കാം? കുട്ടികൾക്ക് ഒരുമിച്ച് കളിക്കാൻ കഴിയുന്ന ആക്ടിവിറ്റീസ്. മ്യൂസിക്കൽ ചെയർ. വെരി ഗുഡ്. മ്യൂസിക്കൽ ചെയർ കൊടുക്കാം. ഓക്കെ. ദെൻ ഇത് മാത്രമേ ഉള്ളൂ? വീക്ക്ലി എന്തോ വീക്ക്ലി ഒരു ദിവസം കുട്ടികളെ ഫീലിങ്സ് മനസ്സിലാക്കാൻ വേണ്ടിട്ട് സംസാരിക്കാം, അങ്ങനെ ഒരു ടൈം കൊടുത്തൂടെ? ഓക്കെ. അങ്ങനെ ഒരു ആക്ടിവിറ്റീസ് കൊടുക്കാം അല്ലെ? അവരുടെ ഫീലിങ്സ് എന്താണെന്ന് ഷെയർ ചെയ്യാനായിട്ട് അല്ലേ? ഇൻസ്ട്രുമെന്റ്സ് യൂസ് ചെയ്യാൻ പാടില്ല ടീച്ചറെ. ഇൻസ്ട്രുമെന്റ്സ്. ഓക്കെ. ദെൻ വേറെ എന്തെങ്കിലും ആക്ടിവിറ്റീസ് ഉണ്ടോ? ബോൾ പാസ്. എന്തോ ഡയറി എന്നാണോ പറഞ്ഞത്? ഓക്കെ. ജേർണലിംഗ് അല്ലെ? കുറച്ചും കൂടി മുതിർന്ന കുട്ടികളാണെങ്കിൽ ജേർണലിംഗ് ഗ്രാറ്റിറ്റ്യൂഡ് പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ജേർണലിംഗ് എന്ന് പറയുന്നത് അല്ലെ? ജേർണലിംഗ് ചെയ്യുന്നത് ഡെയിലി ചെയ്യുന്നത് നല്ലതാണ്. ദെൻ ഇപ്പൊ സ്റ്റോറി ടെല്ലിംഗ് പറഞ്ഞു, അതേപോലെ റോൾ പ്ലേ പറഞ്ഞു. പിന്നെ എന്താണ്? ബുക്സ് റീഡ് ചെയ്യുന്ന ഇഷ്ടമുള്ള കുട്ടികളാണെങ്കിൽ ബുക്സുകൾ അല്ലെ, മോറൽ സ്റ്റോറീസിന്റെ ബുക്സുകൾ പ്രൊവൈഡ് ചെയ്യാം. അത്തരത്തിൽ അവർക്ക് എന്താണ് മറ്റുള്ളവർ എന്താണ് ഇമോഷൻസിനെ മനസ്സിലാക്കാനായിട്ടും മറ്റുള്ളവരുടെ ഇമോഷൻസിനെ മനസ്സിലാക്കാനും കൺസിഡർ ചെയ്യണം. ഓക്കെ. അതിനെക്കുറിച്ചുള്ള അറിവ് ലഭിക്കുന്നതാണ്. ദെൻ പിന്നെന്തൊക്കെയായിരിക്കാം? സ്ട്രെസ് കുറക്കാൻ കഴിയുന്ന ഡാൻസ്, മ്യൂസിക്സ് അല്ലെ, മ്യൂസിക്, യോഗ പോലുള്ള ആക്ടിവിറ്റീസുകളും പ്രൊവൈഡ് ചെയ്യാവുന്നതാണ്. ദെൻ പിന്നെന്താണ്? സ്കൂളുകൾക്ക് മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യാൻ കഴിയുന്നതാണ്. എന്താണിത്? ഹെൽത്തി ലൈഫ് സ്റ്റൈല് അല്ലെ? കുട്ടികൾക്ക് എന്താണ് നല്ല രീതിയിലുള്ള എന്തായിരിക്കാം? ന്യൂട്രീഷ്യസ് റിച്ച് ആയിട്ടുള്ള ഫുഡ് ഏതൊക്കെയാണ്? അത്തരത്തിലുള്ള ഫുഡുകളായിരിക്കണം സ്കൂളുകളിൽ കൊണ്ടുവരേണ്ടത്. അത്തരത്തിലുള്ള ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുക്കാറില്ലേ സ്കൂളുകളിൽ നിന്നും? ഉണ്ട് മാം. ഇപ്പൊ എന്റെ മോള് പഠിക്കുന്ന സ്കൂളിൽ തന്നെ ഫ്രൂട്ട്സ് ഒക്കെ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ, അല്ലാതെ ബിസ്ക്കറ്റ്സ് കാര്യങ്ങളൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഇത്തരത്തിലുള്ള ഐറ്റംസ് ഒന്നും കൊടുത്തു വിടാൻ പാടില്ല അല്ലെ? ഫ്രൂട്ട്സ് അല്ലെങ്കിൽ വെജിറ്റബിൾസ് ഒക്കെ ഇങ്ങനത്തെ അല്ലെങ്കിൽ എന്താണ് വീടുകളിൽ സാധാരണ ഉണ്ടാക്കാറുള്ള ബ്രേക്ക്ഫാസ്റ്റ് എന്താണോ അതൊക്കെയാണ് കൊടുത്തു വിടേണ്ടത്. അതേപോലെ തന്നെ എന്താണ്? വെള്ളം കുടിക്കാനായിട്ട് ആവശ്യത്തിനുള്ള ബ്രേക്ക് കൊടുക്കണം. അതേപോലെ തന്നെ വെള്ളം കുടിക്കാനായിട്ട് എന്താണ് അതിനുള്ള അവസരവും സ്കൂളുകളിൽ ഒരുക്കി കൊടുക്കേണ്ടതാണ്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നതിലൂടെ അവരുടെ ലൈഫ് സ്റ്റൈൽ ബിൽഡ് ചെയ്യുന്നതിലൂടെ എന്താണ് അവരുടെ മെന്റൽ ഹെൽത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഫിസിക്കൽ ഹെൽത്തിനും പ്രാധാന്യമുണ്ട് അല്ലെ? മെന്റൽ ഹെൽത്ത് ഓക്കെ ആകണമെങ്കിൽ ഫിസിക്കൽ ഹെൽത്തിനെയും അത് നമ്മൾ കൺസിഡർ ചെയ്യണം. വേണ്ടേ? റൈറ്റ്.
ഫിസിക്കലി വീക്ക് ആയിട്ടുള്ള ഒരാൾക്ക് മെന്റൽ ഹെൽത്ത് ഓക്കെ ആണെന്ന് പറയാൻ പറ്റുമോ? ഓക്കെ, അപ്പൊ ഫിസിക്കൽ ഹെൽത്തിനും പ്രാധാന്യമുണ്ട്. അതിനു വേണ്ടിയാണ് നമ്മൾ ഈ ന്യൂട്രീഷ്യസ് റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കണം, അതേപോലെ ആവശ്യത്തിന് വെള്ളം കുടിക്കണം എന്നൊക്കെ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്തരത്തിലുള്ള ആക്ടിവിറ്റീസ് സ്കൂളുകളിൽ ഇംപ്ലിമെന്റ് ചെയ്യാവുന്നതാണ്. മെന്റൽ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനായിട്ട് കഴിയുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസുകൾ സ്കൂളുകളിൽ പ്രൊവൈഡ് ചെയ്യേണ്ടതാണ്. ക്ലിയർ ആണോ? മിസ്സേ, പിന്നെ കുറച്ച് എഴുതാനൊക്കെ അറിയാവുന്ന കുട്ടികളെ കൊണ്ട് നമുക്ക് മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും അവരുടെ ബുദ്ധിമുട്ടുകളും വിഷമങ്ങളും എന്തെങ്കിലും ഉണ്ടെങ്കിൽ ടീച്ചേഴ്സ് എഴുതി മേടിക്കുകയാണെങ്കിൽ നമുക്ക് എല്ലാവരും ഹാപ്പി ആയിരിക്കണം എന്നില്ല. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് തിരിച്ചറിഞ്ഞിട്ട് ആ കുട്ടികളെ നമുക്ക് പ്രത്യേകം ഒന്ന് കെയർ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, വെരി ഗുഡ് നീന. ഓക്കെ ഓക്കെ, നല്ലൊരു കാര്യമാണ് അല്ലേ? ദെൻ വേറെ എന്തെങ്കിലും ഉണ്ടോ ഇതേപോലെ ഷെയർ ചെയ്യാനായിട്ട്? ഓക്കെ, അപ്പൊ മെയിൻ ആയിട്ട് എന്തൊക്കെയാണ് നമ്മൾ പഠിച്ചത്? ഫസ്റ്റ് എന്തായിരുന്നു? മെന്റൽ ഹെൽത്ത്, മെന്റൽ ഹൈജീൻ എന്താണെന്ന് പഠിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് അതിന്റെ ഒബ്ജക്റ്റീവ്സ്, മെന്റൽ ഹൈജീനിന്റെ ഒബ്ജക്റ്റീവ്സ് ഒരു 3 പോയിന്റ് നമ്മൾ ഡിസ്കസ് ചെയ്തു. അതിനുശേഷം സ്കൂളുകളിൽ ഇത്തരം മെന്റൽ ഹൈജീൻസ് ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ടതിന്റെ പ്രാധാന്യം എന്താണെന്ന് പഠിച്ചു അല്ലെ? കുട്ടികൾ പലതരത്തിലുള്ള സ്വഭാവങ്ങളുള്ള കുട്ടികളുണ്ട് അല്ലെ? അച്ചടക്കമില്ലാത്ത കുട്ടികളുണ്ട്, വാശി പിടിക്കുന്ന കുട്ടികളുണ്ട്. ഓക്കെ, ഇതൊക്കെ ഒരു പരിധിവരെ എന്തുകൊണ്ടാണ്? മെന്റൽ ഹൈജീൻ പ്രാക്ടീസ് ചെയ്യാത്തത് കൊണ്ടാണ് അല്ലെ? മെന്റൽ ഹൈജീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? മെന്റൽ ഹെൽത്ത് ഇംപ്രൂവ് ചെയ്യാനായിട്ട് നമ്മൾ ഡെയിലി ലൈഫിൽ ഫോളോ ചെയ്യേണ്ട കാര്യങ്ങളാണ് അല്ലെ? നന്നായിട്ട് ഉറങ്ങുക, അതേപോലെ നല്ല രീതിയിലുള്ള ഫുഡ് കഴിക്കുക, പ്രേ ചെയ്യുക, അതേപോലെ മെഡിറ്റേഷൻ ചെയ്യുക, യോഗ പ്രാക്ടീസ് ചെയ്യുക, നല്ല രീതിയിലുള്ള റിലേഷൻഷിപ്പുകൾ ബിൽഡ് ചെയ്യുക, അത് മെയിൻറ്റെയിൻ ചെയ്യുക. ഓക്കെ, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നതിലൂടെ കുട്ടികളിൽ ഇത്തരം സ്വഭാവങ്ങൾ മാറ്റിയെടുക്കാൻ കഴിയും എന്ന് പറയുന്നു. ഓക്കെ, പിന്നെ എന്തായിരുന്നു ഡിസ്കസ് ചെയ്തത്? അതേപോലെ സ്കൂളുകളിൽ ഇംപ്ലിമെന്റ് ചെയ്യാൻ കഴിയുന്ന ആക്ടിവിറ്റീസ് ഏതൊക്കെയാണെന്നും ഡിസ്കസ് ചെയ്തു. എല്ലാവർക്കും ക്ലിയർ ആണോ ഈ 3 കാര്യങ്ങള്? 3 ടോപ്പിക് ക്ലിയർ ആയിരുന്നോ? ടീച്ചർ. ഓക്കെ, അപ്പൊ ഞാൻ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്തോട്ടെ. ഓക്കെ മിസ്, താങ്ക് യു. ഓക്കെ, ബൈ. Thank you, ma'am. Thank you, ma'am.